അരോമ ടിവിയുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യതിരുനാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരമായ നല്ല നിമിഷങ്ങൾക്കായി, നല്ല ദിവസത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് നമ്മൾ ക്ഷണം സ്വീകരിച്ച് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്ന കർത്താവിന്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ സിബി എസ് അവറുകളാണ്. തന്റെ ജീവിതാനുഭവം പ്രേക്ഷകർക്ക് ഒരു വേറിട്ട അനുഭവമായിരിക്കും എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയമില്ല. ആകയാൽ നമുക്ക് അവർക്ക് ശ്രദ്ധയോടെ പ്രാർത്ഥന സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ ഈ വീഡിയോ കാണുകയും കേൾക്കുകയും ചെയ്യാം. നമ്മുടെ പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും രേഖപ്പെടുത്താൻ മറക്കരുത്. ഒരു പ്രാർത്ഥനാ വിഷയമുണ്ട് ഞങ്ങളുമായി പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ സ്ക്രീനിൽ വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ അറിയിക്കൂ. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം എല്ലാ തിങ്കളാഴ്ചയും രാത്രിയും 8:30 മണി മുതൽ നടക്കുന്ന ഓൺലൈൻ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ നിങ്ങൾക്ക് പങ്കെടുക്കാവുന്നതാണ്. കർത്താവിന്റെ ദാസൻ പാസ്റ്റർ സിബി എസ് അവറുകളെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടി വി പ്രേക്ഷകരോടൊപ്പം സമയം ചെലവഴിക്കുന്നതിനായിട്ട് ക്ഷണിച്ചോളൂ. പ്രൈസ് ദി ലോർഡ്. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ സമയം ദൈവത്തിന്റെ പാദപീഠത്തിൽ കടന്നു വരുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ച വലിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. പ്രത്യേക ഈ അരോമ ടി വി ചാനലിലൂടെ സാക്ഷ്യവുമായി ദൈവത്തിന്റെ വചനവുമായി കടന്നു വരുവാൻ ദൈവ അവസരങ്ങളെ നൽകിയ ദൈവകൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. പ്രത്യേക ഈ ആത്മീക ശുശ്രൂഷയുടെ നേതൃത്വം വഹിക്കുന്ന ദൈവത്തിന്റെ ദാസൻ ഡാനിയൽ ജോൺ അവറുകളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേക നന്ദി സ്നേഹവും അറിയിക്കുകയാണ്. ഇങ്ങനെ പരസ്പരം കാണുവാനും ഒരുമിച്ച് സാക്ഷ്യം പങ്കിടുവാനുമുള്ള അവസരം നൽകിയതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. പ്രത്യേക അരോമ ടി വിയിലൂടെ അനേക സാക്ഷ്യങ്ങൾ കേൾക്കുവാൻ കർത്താവ് സഹായിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എന്റെ ചർച്ചയിൽ ഉൾപ്പെട്ടിരിക്കുന്ന അനേക ദൈവത്തിന്റെ മക്കളുടെ സാക്ഷ്യങ്ങൾ ഈ ചാനലിലൂടെ പുറത്തു വരുവാനും അത് അനേകർക്ക് അനുഗ്രഹമായി തീരുവാനും കർത്താവ് ഇടയാക്കിക്കൊണ്ടിരിക്കുന്നു. അതിനെ ഓർത്ത് പ്രത്യേക നന്ദിയും സ്നേഹവും എന്റെ വ്യക്തിപരമായ പേരിൽ അറിയിക്കുകയാണ്. ഈ ഒരു വലിയ സംരംഭം, ഈ വലിയൊരു ശുശ്രൂഷ ചെയ്യുന്ന ദൈവത്തിന്റെ ദാസന് ദൈവം നൽകിയ വലിയ ദർശനത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. അത് ലോക രാജ്യങ്ങൾക്ക് അനുഗ്രഹമായി തീരുവാനും അനേക മാനസിക, ശാരീരിക, സാമ്പത്തിക പ്രശ്നങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അനേകർക്ക് അനുഗ്രഹമായി കൊണ്ടിരിക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഒത്തിരി പല രാജ്യങ്ങളിൽ നിന്നും, പല സംസ്ഥാനങ്ങളിൽ നിന്നും, പല ഗ്രാമങ്ങളിൽ നിന്നും പല ദൈവത്തിന്റെ ദാസന്മാർ, ദൈവത്തിന്റെ മക്കൾ അനേക അനുഭവത്തിലൂടെ കർത്താവായ യേശുവിനെ കണ്ടുമുട്ടുവാൻ കഴിഞ്ഞ അനേകരുടെ അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിലും വിശ്വാസത്തിന്റെ ഉറപ്പിന് കാരണമായി തീർന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്കും ഇങ്ങനെ ഒരു അവസരം നൽകപ്പെട്ട കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. വ്യക്തിപരമായി ഉള്ള സാക്ഷ്യങ്ങൾ ഇതിലൂടെ അറിയിപ്പാൻ ക്രിസ്തുയേശുവിൽ ഞാനും ആഗ്രഹിക്കുകയാണ്. എൻ്റെ പേര് പാസ്റ്റർ സിബി. ഞാൻ ട്രിവാൻഡ്രത്ത് നിന്നാണ് ഇപ്പോൾ ഈ സാക്ഷ്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ വിവാഹം കഴിഞ്ഞു. എൻ്റെ ഭാര്യയുടെ പേര് ദീപ്തി എന്നാണ്. എനിക്ക് 2 മക്കളെ സ്വർഗത്തിലെ ദൈവം നൽകി. മൂത്ത മകൾ സിദിയ +1 പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഇളയ മകൾ 6ാം ക്ലാസ്സിൽ, ഗ്ലോറിയ എന്നാണ് പേര്. അവള് ചെറിയൊരു പാട്ടുകാരി കൂടിയാണ്. പാട്ട് പഠിച്ചിട്ടില്ല, പക്ഷേ ദൈവം കൊടുത്ത കഴിവിന് അനുസരിച്ച് പാടുവാൻ ദൈവം സഹായിക്കുന്നു. അനിൽ അടൂരിന്റെ 2 പാട്ടുകൾ ചേർന്ന് പാടുവാനൊക്കെ ദൈവം ഇടയാക്കിക്കൊണ്ടിരിക്കുന്നു. അതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. എനിക്ക് അപ്പനും അമ്മയും ഉണ്ട്. അവർ കിളിമാനൂരാണ് താമസിക്കുന്നത്. ഞാൻ കിളിമാനൂർ സ്വദേശിയാണ്. ട്രിവാൻഡ്രത്താണ് ഇപ്പോൾ ശുശ്രൂഷിക്കുന്നത്. എനിക്ക് അപ്പൻ, അമ്മ, 3 സഹോദരങ്ങൾ ഉണ്ട്. അതിൽ മൂത്ത സഹോദരന്റെ പേര് സുജിത്ത് എന്നാണ്. UK-യിൽ ഫാമിലി ആയിട്ട് അവർ ജോലിയോടനുബന്ധമായിട്ട് അവിടെ ആയിരിക്കുന്നു. രണ്ടാമത്തെ സഹോദരൻ ശ്യാം മാക്, പ്രൊഫസിയൊക്കെ പറയുന്ന ഒരു ദൈവത്തിന്റെ ദാസനാണ്. ട്രിനിറ്റി ഇന്റർനാഷണൽ എന്ന് പറഞ്ഞ ചർച്ചിന്റെ സ്ഥാപകനും അതിന്റെ ശുശ്രൂഷകനുമായിട്ട് അടൂറിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. കുടുംബമായി അവർ അവിടെ ദൈവത്തിന്റെ വേല ചെയ്തുകൊണ്ടിരിക്കുന്നു. മൂന്നാമത്തെ സഹോദരൻ സിജോമോൻ. ആ സഹോദരൻ ഫാമിലി ആയിട്ട് ദുബായിൽ ദൈവത്തിന്റെ വേലയോട് അനുബന്ധമായിട്ട് ജോലിയിലും ആയിരിക്കാൻ ഇടയാകുന്നു. അതാണ് ഫാമിലി ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത്. എന്നാൽ എൻ്റെ അനുഭവ സാക്ഷ്യം അല്ലെങ്കിൽ ചെറുപ്രായം മുതലുള്ള അനുഭവങ്ങൾ പറഞ്ഞു തുടങ്ങണമെങ്കിൽ ഒത്തിരി അനുഭവങ്ങൾ പിന്നിൽ പറയേണ്ടതായിട്ടുണ്ട്. എൻ്റെ അമ്മയ്ക്ക് 12 സഹോദരങ്ങളാണ്. ആ സഹോദരങ്ങൾ ഉൾപ്പെട്ടിരുന്ന ഒരു കുടുംബം, മക്കൾ, മരുമക്കൾ, ചെറുമക്കൾ, കൊച്ചുമക്കൾ എല്ലാം ചേർന്ന് ഏകദേശം 210ഓളം കുടുംബാംഗങ്ങൾ ഞങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ് ആയിട്ടുണ്ട്. വിശ്വാസത്തിൽ അമ്മയും അപ്പനും കടന്നു വരുവാനുള്ള കാരണം എന്ന് പറയുന്നത് അമ്മയുടെ ഒരു ചേച്ചി മുഖാന്തരമായിട്ടാണ് കർത്താവിനെ അറിയുവാനുള്ള ഭാഗ്യം ദൈവം നൽകിയത്. ഇതിനകത്ത് തുറന്ന് സംസാരിക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ലെങ്കിൽ പോലും കിളിമാനൂർ അറിയപ്പെടുന്ന ഒരു ക്ഷേത്രത്തിന്റെ പൂജാരിയും അതിലെ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരുന്നതായിരുന്നു എൻ്റെ അമ്മയുടെ അപ്പനും അപ്പന്റെ സഹോദരനൊക്കെ. അതുകൊണ്ട് തന്നെ ഭക്തി ആർദ്രമായ ജീവിതം അനുഭവിച്ചുകൊണ്ടിരുന്നു. എന്നാൽ തുടർമാനമായ ക്ലേശങ്ങളും ബുദ്ധിമുട്ടുകളും നിറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ
അവിടെ ഒരു മർത്തോമ മിഷണറി വന്ന് താമസിപ്പാനിടയായി. അവരിൽ നിന്ന് ലഭിച്ച ഒരു ബൈബിൾ ജീവിക്കുന്ന ദൈവം ഉണ്ടെന്നും ആ ദൈവം സംസാരിക്കുന്ന ദൈവമാണെന്നും ഏത് കാര്യം തുറന്ന് പറയാമെന്നും ആ പറയുന്ന കാര്യത്തിന് മറുപടി കർത്താവ് തരുമെന്നുമുള്ള ഒരു പുതിയ വെളിപ്പാട് കിട്ടിയപ്പോൾ അങ്ങനെ ഒരു ദൈവത്തെ ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ല, എങ്കിൽ അതെനിക്ക് അറിയണമെന്ന് വാഞ്ചയോടെ ആഗ്രഹത്തോടെ ആ ചേച്ചി ആ ബൈബിൾ സൂക്ഷിച്ചുകൊണ്ട് ഭവനത്തിലേക്ക് കൊണ്ടുവന്നു. പക്ഷേ അവിടെ ക്രിസ്ത്യാനികളോ അങ്ങനെ ദൈവവേല ചെയ്യുന്നവരോ ആരും തന്നെ ഇല്ലാതിരുന്ന ഒരു സ്ഥലമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ബൈബിൾ കൊണ്ട് ഭവനത്തിൽ വരിക എന്ന് പറയുന്നത് വളരെ പ്രശ്നസങ്കീർണമായ വിഷയമാണ്. എന്നാൽ ഒരു നിധി സൂക്ഷിക്കുന്നത് പോലെ ആ ബൈബിൾ മറച്ചു വെച്ചുകൊണ്ട് ഭവനത്തിൽ കൊണ്ടുവന്ന് തലയണ കയറി അതിനകത്ത് നിക്ഷേപിച്ച് അത് കുത്തിക്കെട്ടി വെച്ചു. എന്നിട്ട് രാത്രി എല്ലാവരും ഉറങ്ങുന്ന സമയത്ത് കരുതി വെച്ചിരിക്കുന്ന വിളക്കും കരുതി വെച്ചിരിക്കുന്ന ഒരു കുട്ടയും അത് ആർക്കും വെളിച്ചം ആരുടെയും മുഖത്തടിക്കാതിരിക്കാൻ മറച്ചു വെച്ചുകൊണ്ട് അർദ്ധരാത്രിയിൽ ആ ബൈബിൾ തുറന്ന് വായിക്കുവാൻ തുടങ്ങി. വായിക്കുന്ന സമയം മുതൽ കർത്താവായ യേശുവിന്റെ സ്നേഹം, ഒരു അപ്പൻ സംസാരിക്കുന്നത് പോലെ സംസാരിക്കുന്ന ദൈവത്തിന്റെ മഹത്വം, ആ കരുതൽ അനുഭവിപ്പാൻ ആ ചേച്ചിക്ക് ദൈവം ഇടയാക്കി. തുടർമാനെ ഒത്തിരി സാക്ഷ്യങ്ങൾ ആ സാക്ഷ്യത്തോട് അനുബന്ധമായിട്ട് പറയാനായിട്ടുണ്ടെങ്കിലും എന്റെ സാക്ഷ്യം പറയാനുള്ള സമയം ചിലപ്പോൾ കിട്ടിയെന്ന് വരത്തില്ല. അതുകൊണ്ട് തന്നെ ഞാൻ അത് ചുരുക്കിയാണ്. തുടർമാനമായി ദൈവിക ഇടപെടലുണ്ടായി. അത്ഭുതങ്ങളും അടയാളങ്ങളും ആ ഭവനത്തിൽ വെളിപ്പെട്ടു. ദൈവം നേരിട്ട് ഇടപെട്ട് ദൈവിക സൗഖ്യങ്ങൾ ഭവനത്തിലുണ്ടായി. ദൈവിക സമാധാന ഭവനത്തിൽ വെളിപ്പെടുവാൻ തുടങ്ങി. അതുപോലെ തന്നെ അനേക സംഘർഷങ്ങൾ, അനേക ഭാരങ്ങളും, അനേക പ്രതികൂലങ്ങളും പ്രതിബന്ധങ്ങളും ഒക്കെ നേരിടേണ്ടി വന്നുവെങ്കിലും കർത്താവിന് വേണ്ടി, വചനത്തിന് വേണ്ടി, ക്രിസ്തുവിന് വേണ്ടി ജീവിപ്പാനും മരിച്ചാലും ജീവിച്ചാലും ജീവിക്കുന്ന കർത്താവിനെ സേവിക്കുക എന്നുള്ള തീരുമാനം ആ ചേച്ചി എടുത്തത് മുഖാന്തരം ആ വെളിച്ചം ശോഭയോടെ ആ ഭവനത്തിൽ മുഴുവനായി കത്തുവാനിടയായി. അത് മുഖാന്തരമായി കുടുംബത്തിന്റെ അകത്തുള്ള ഏകദേശം 210 പേരും കർത്താവായ യേശുവിനെ അറിയുവാനും സ്വന്തം രക്ഷിതാവായി സ്വീകരിപ്പാനും സ്നാനപ്പെടുവാനും കർത്താവ് ഭാഗ്യം നൽകി. അങ്ങനെയാണ് ആ വെളിച്ചം ഞങ്ങളുടെ കുടുംബത്തിലേക്ക് വരുവാൻ കാരണമായി തീർന്നത്. ഏകദേശം ഇപ്പോൾ 35ഓളം ശുശ്രൂഷകന്മാർ ഭവനത്തിനകത്ത് ദൈവം നൽകി. അങ്ങനെ പലയിടങ്ങളായി ദൈവിക ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ പപ്പയും അമ്മയും വിശ്വാസത്തിൽ വന്നു, കർത്താവിനെ അറിവുണ്ടായി. എന്നാൽ എന്റെ ജനനത്തിൽ ഒത്തിരി ദൈവിക വിടുതലൊക്കെ ഉണ്ടായി എന്നാണ് എന്റെ അമ്മ പറയുന്നത്. ശാരീരികമായി ബുദ്ധിമുട്ട് പ്രയാസങ്ങളൊക്കെ ചെറുപ്രായത്തിൽ തന്നെ ഉണ്ടായിരുന്നു. അമ്മയുടെ പ്രാർത്ഥന മുഖാന്തരം കർത്താവ് പൂർണ്ണ വിടുതലും സൗഖ്യ ദൈവം നൽകി. എന്നാൽ വ്യക്തിപരമായി അനുഭവിച്ചറിഞ്ഞ ദൈവസ്നേഹമോ അനുഭവിച്ചറിഞ്ഞ ദൈവിക ഇടപെടലോ ഇല്ലാത്തതുകൊണ്ടും അവരനുവർത്തിച്ച കർത്താവായ യേശുവിനെ അനുവർത്തിക്കുക എന്ന് പറയുന്ന അനുഭവമില്ലാതെ അതിനെ പിന്തുടരുകയാണ് ഞാൻ ചെയ്തത്. എങ്കിലും അതിനോട് പൂർണ്ണ ഹൃദയത്തോടുള്ള വിശ്വാസമോ ആദരവോ അതുപോലെ തന്നെ സമർപ്പണമോ എന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ല. ഈ ബൈബിൾ ചുമക്കുക എന്ന് പറയുന്നത്, ബൈബിൾ പഠിപ്പിക്കുക അല്ലെങ്കിൽ ദൈവദാസനായിട്ട് നിൽക്കുക എന്നൊക്കെ പറയുന്നത് എനിക്ക് വലിയ അധികം ബുദ്ധിമുട്ട് നിറഞ്ഞ ഒരു അനുഭവമായിരുന്നു. അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് വ്യത്യസ്തമായ ജീവിതത്തിലേക്ക് പോകുവാൻ ഞാൻ ആരംഭിച്ചു. എന്റെ ചെറുപ്രായത്തിൽ ഞാൻ പഠിക്കുന്ന സമയത്ത് തന്നെ കർത്താവിനെ വിട്ടു ഒരു ജീവിതമായിരുന്നു ഞാൻ നയിച്ചത്. ദൈവത്തിന്റെ വചനത്തിന് വിരുദ്ധമായും ദൈവത്തിന്റെ ഹിതത്തിന് വിരുദ്ധമായും ഒരു മനുഷ്യൻ ചെയ്യാവുന്ന ഏതൊരു പാപങ്ങളും എന്റെ ജീവിതത്തിൽ അനുവർത്തിക്കുവാൻ ആരംഭിച്ചു. എന്റെ പഠനത്തിൽ കർത്താവിനെ വിട്ട് ജീവിക്കാനുള്ള അനുഭവങ്ങൾ എന്റെ ജീവിതത്തിൽ ഉണ്ടായി. അതുകൊണ്ട് അത് മുഖാന്തരം തന്നെ ഒത്തിരി പ്രയാസങ്ങൾ ഞാൻ എന്റെ ജീവിതത്തിൽ അനുഭവിച്ചു. 3 വട്ടം സൂയിസൈഡ് ചെയ്യുവാനുള്ള തീരുമാനങ്ങൾ എടുത്തു. അത് ചെയ്തു. എങ്കിലും അതിൽ നിന്നെല്ലാം ദൈവം മുന്നമേ കണ്ടതുകൊണ്ടായിരിക്കണം ജീവനോടെ കർത്താവ് ശേഷിപ്പിച്ചു. അവസാന നിമിഷത്തിലേക്ക് വരുന്ന സമയത്ത് എനിക്കൊന്ന് ഞാൻ 10th പഠിക്കുന്ന സമയത്താണ് തോന്നുന്നു. ആ സന്ദർഭത്തിൽ ലാസ്റ്റ് സൂയിസൈഡ് ചെയ്യുവാനുള്ള എല്ലാ പദ്ധതികളും ഒരുക്കി ഞാൻ പോയി അവിടെ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു ശബ്ദം ഞാൻ കേൾക്കുകയാണ്. എന്റെ അമ്മയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രാർത്ഥന വീരയായിട്ടുള്ള ഒരു അമ്മയാണ്. ഏത് സമയത്ത് പ്രാർത്ഥിക്കും. നമ്മൾ 4 പേരും സ്കൂളിൽ പോകുന്ന സമയം മുതൽ വരുന്ന സമയം വരെ പ്രാർത്ഥിക്കുന്ന ഒരു അമ്മയാണ്. അതുകൊണ്ട് തന്നെ ഭയങ്കരമായ വെളിപ്പാട് കർത്താവ് നൽകിയിട്ടുണ്ട്. ഞാൻ അതിന്റെ ഇടയിൽ ഒരു കാര്യം കൂടെ പറയാം. നമ്മൾ സ്കൂളിൽ പഠിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് ഞാനും എന്റെ ചേട്ടനും കൂടെ സ്കൂളിൽ പഠിച്ച് തിരിച്ചു വരുന്ന സമയത്ത് ഒരു കടയിൽ കടക്കാരനില്ല. എന്നാൽ ആ കടയിൽ നിന്നും നമ്മൾ പൈസ മോഷ്ടിച്ച് വേറൊരു കടയിൽ നിന്ന് മുട്ടായൊക്കെ മേടിച്ച് വീട്ടിന്റെ ഫ്രണ്ടിൽ വന്ന് നിൽക്കുന്ന സമയത്ത് ഡോറ് തുറന്ന് അമ്മ ചോദിച്ച ചോദ്യം, നിങ്ങൾ എവിടെ നിന്നാണ് പൈസ മോഷ്ടിച്ചത്? ആ പൈസ നിങ്ങൾ തിരിച്ചു കൊടുക്കാതെ വീട്ടിനകത്ത് കയറാൻ അനുവാദം ഉണ്ടായിരിക്കുന്നതല്ല.
പെട്ടെന്ന് തന്നെ അമ്മ കതകടച്ചു. ഞാനും എന്റെ ചേട്ടനും ഞെട്ടി. അമ്മ എങ്ങനെ അറിഞ്ഞു? അന്ന് മൊബൈൽ ഫോണില്ല, വാട്സപ്പ് ഇല്ല, വേറെ ഒരു മാധ്യമങ്ങളും ഇല്ല ഇങ്ങനെ അറിയാനായിട്ട്. പക്ഷെ പ്രാർത്ഥിക്കുന്ന ഏതൊരു വ്യക്തിക്കും ഏത് രഹസ്യങ്ങളും വെളിപ്പെടുത്തുന്ന ഒരു സർവശക്തനാകുന്ന ദൈവം ഉണ്ടെന്ന് ആദ്യമായിട്ട് അനുഭവിക്കുന്നത് ആ സമയത്താണ്. അപ്പോൾ തന്നെ ഞാനും ചേട്ടനും തിരിച്ചു പോയി. ആ കടയിൽ പൈസ തിരിച്ചു കൊടുത്തു. ക്ഷമ ചോദിച്ച് മടങ്ങി ഭവനത്തിലേക്ക് വന്നു. അപ്പോഴും ചെറുപ്രായമാണ്. ആ പക്വതയിൽ കർത്താവിനെ അറിയുന്ന ആ ഒരു തലത്തിലല്ല താനും. എന്നാൽ ഒരു 8ാം ക്ലാസ് മുതൽ ദൈവത്തിൽ നിന്ന് ഒരുപാട് അകലുവാൻ ആരംഭിച്ചു. സുഹൃത്തുക്കളുമായി ചേരുവാൻ തുടങ്ങി. പല തെറ്റുകളിലേക്ക് അകപ്പെടാൻ തുടങ്ങി. ലോകപരമായിട്ട് ജീവിക്കാനുള്ള പദ്ധതികൾ ഉണ്ടാക്കി. അങ്ങനെ തന്നെ മുമ്പോട്ട് യാത്ര ചെയ്തു. ഞാൻ 10th പഠിക്കുന്ന സമയത്താണ് അവസാനമായി സൂയിസൈഡ് ചെയ്യണമെന്ന് ആഗ്രഹിച്ച് നിൽക്കുന്ന സമയത്ത് ഒരു ശബ്ദം കേൾക്കുകയാണ്. നിനക്ക് നിന്നെ ആവശ്യമില്ലെങ്കിലും എനിക്ക് നിന്നെ ആവശ്യമുണ്ട് എന്ന് പറയുന്ന ഒരു ശബ്ദം എന്റെ കാതുകളിൽ മുഴങ്ങി കേൾക്കുവാൻ തുടങ്ങി. അങ്ങനെ കേൾക്കുന്ന സമയം തന്നെ ഞാൻ കാണുന്ന കാഴ്ച, കരഞ്ഞുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന അമ്മയുടെ മുഖമാണ് ആ സമയത്തിൽ എന്നെ കാണിച്ചത്. അന്ന് ഞാൻ അവിടെ നിൽക്കുന്ന സമയം ഞാൻ ദൈവത്തോട് തീരുമാനമെടുത്തു. ഇനി ഞാൻ ഒരിക്കലും പാപവഴിയിലേക്ക് നടക്കുകയില്ല. എന്റെ ജീവിതത്തിൽ തെറ്റുകളിൽ നിന്നും യഥാർത്ഥമായ സത്യത്തിലേക്ക് തിരിയുവാനുള്ള തീരുമാനം ഞാൻ ഇവിടെ വെച്ച് എടുക്കുകയാണ്. അങ്ങനെ അമ്മയോ അപ്പനോ അറിയാതെ 7 ദിവസം ഞാൻ ഉപവസിച്ച് പ്രാർത്ഥിച്ച് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെടുവാൻ ഞാൻ തീരുമാനം ഉറപ്പിച്ചു. ആ 7 ദിവസത്തിനകം ഞാൻ പ്ലാമൂടുള്ള റിവൈവൽ സെന്റർ എന്ന് പറയുന്ന ഒരു ചർച്ചുമായി ബന്ധപ്പെട്ട് എന്റെ അതിയായ ആഗ്രഹം നിമിത്തം അവിടെ സ്നാനപ്പെടുവാനുള്ള ഭാഗ്യം സ്വർഗത്തിന്റെ ദൈവം എനിക്ക് നൽകി. അത് നടക്കുന്ന 1998 അങ്ങനെ സ്നാനപ്പെട്ടു. ദൈവത്തിങ്കിലേക്ക് ഞാൻ കടന്നു വന്നു. എല്ലാ തെറ്റായ പാപത്തിന്റെ വഴികളെല്ലാം വിട്ട് ഞാൻ കർത്താവിനെ അറിയുവാൻ, വചനം വായിപ്പാൻ, പ്രാർത്ഥിപ്പാനൊക്കെ ആരംഭിച്ചു. അതിനുശേഷം എനിക്ക് അഭിഷേകം പ്രാപിക്കണമെന്ന് അതിയായ ആഗ്രഹം ഉണ്ടായി. അനേക ദൈവദാസന്മാരുടെ അടുക്കൽ പോയി ഉപവസിച്ചു, പ്രാർത്ഥിച്ചു. എനിക്ക് പക്ഷേ ഈ അഭിഷേകം കിട്ടുന്നില്ല. അങ്ങനെ ഒരു ദിവസം എൻ്റെ 3 സഹോദരങ്ങളുമായിട്ട് ഭവനത്തിൽ പ്രാർത്ഥിക്കുവാനായിട്ടിരുന്നു. അനേക പാട്ടുകളൊക്കെ ചേർന്ന് പാടി. അന്ന് അപ്പനും അമ്മയും ഒരു പ്രാർത്ഥനയ്ക്ക് വേണ്ടി വേറെ എവിടെയോ പോയിരിക്കുകയായിരുന്നു. പോയ സമയത്ത് രാത്രിയിൽ ഒരു 6-6:30 മണിയാകും. ഞാൻ പ്രാർത്ഥിച്ചു, പാട്ടുകളൊക്കെ പാടി കരമടിച്ച് ദൈവത്തെ സ്തുതിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിയപ്പോ അസാധാരണമാകുന്ന ദൈവത്തിന്റെ സാന്നിധ്യവും ശക്തിയും ആ ഭവനത്തിൽ ആ കുഞ്ഞു പ്രായത്തിൽ നമ്മുടെ മേൽ വെളിപ്പെടുവാനിടയായി ഇറങ്ങി വന്നു. ആ സമയത്ത് കൺട്രോൾ എല്ലാം ആരോ ഏറ്റെടുക്കുന്നത് പോലെ തോന്നി. നാവിന്റെ ചലനങ്ങൾ പരിശുദ്ധാത്മാവ് ഏറ്റെടുത്തു. ഇരിക്കുന്ന ആ സ്ഥലം എവിടെയാണെന്ന് അറിയാൻ പാടില്ലാതെ ഒരു പന്ത് കുതിച്ചു ചാടുന്നത് പോലെ ശരീരം ആരോ പൊക്കിയെടുക്കുന്നത് പോലെ അനുഭവപ്പെട്ടു. ഹാളിൽ നിന്ന് പ്രാർത്ഥിച്ച ഞാൻ എഴുന്നേറ്റു വന്നത് അടുക്കളയിൽ നിന്നായിരുന്നു. അപ്പോഴേക്കും എനിക്ക് മനസ്സിലായി, ദൈവത്തിന്റെ ആത്മാവ് തൊട്ടു, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇടപെടൽ ഉണ്ടായി. എന്തോ നാവിലൊരു പുതിയ ഭാഷ തന്നു. അത് നിർത്തുവാൻ കഴിയാതെ, കൺട്രോൾ ചെയ്യുവാൻ കഴിയാതെ, ശരീരത്തെയോ നാവിനെയോ ഒന്നും കൺട്രോൾ ചെയ്യാൻ കഴിയാതെ അസാധാരണമാകുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ നിറവ്. അന്ന് ഒരു കാര്യം മനസ്സിലായി, പരിശുദ്ധാത്മാവ് ദൈവദാസന്മാർ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചാലും ആഗ്രഹവും താല്പര്യവും വാഞ്ചയും ദൈവത്തോടുള്ള അതിയായ ദാഹവും ഒരുവനിൽ ഉണ്ടെങ്കിൽ എവിടെ വെച്ചും എങ്ങനെയും നിറയ്ക്കുവാൻ കഴിയുന്ന സർവശക്തനാകുന്ന ദൈവത്തിന്റെ ആത്മാവിന്റെ കൃപ ഇറങ്ങി വരുമെന്നുള്ള അനുഭവം അന്ന് രാത്രി അനുഭവിപ്പാനിടയായി. എന്നിരുന്നാലും ഞാന് ഒരു വിശ്വാസിയായി നിലകൊള്ളണം എന്ന് തന്നെയായിരുന്നു ഞാൻ ആഗ്രഹിച്ചത്. എന്നാൽ എന്റെ അമ്മ മൂത്ത സഹോദരനെയാണ് ദൈവത്തിന് വേണ്ടി പ്രതിഷ്ഠിച്ച ദൈവ വേലയ്ക്ക് വേണ്ടി ആരെങ്കിലും ഒരാളെ കൊടുക്കണമെന്ന് തീരുമാനമെടുത്തു. അപ്പോൾ ഞാൻ തീരുമാനിച്ചു, എനിക്ക് ദൈവത്തിന്റെ ദാസനാകുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എനിക്ക് സംസാരിക്കാൻ അറിയത്തില്ല. 2 പേർ നിന്ന് കഴിഞ്ഞാൽ അവരോട് സാധാരണ സംസാരിക്കുന്ന കാര്യം പോലും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, പ്രയാസമായിരുന്നു. അങ്ങനെയുള്ള ഞാൻ എങ്ങനെയാണ് വചനം പ്രസംഗിക്കുന്നത്? അതുപോലെ തന്നെ ഈ ബൈബിളും എടുത്ത് നടക്കുന്ന ഒരു ദൈവദാസന്മാരുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ പരിതാപകരമായ അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ശുശ്രൂഷ ചെയ്യുക എന്ന് പറയുന്നത് എനിക്കും എന്റെ മനസ്സിനകത്ത് മോശമായിട്ടാണ് ഞാൻ കൊണ്ടു നടന്നത്. അപ്പൊ ഞാനൊരു തീരുമാനമെടുത്തു, എന്റെ ചേട്ടൻ ദൈവത്തിന്റെ ദാസനാകുകയാണെങ്കിൽ ഞാൻ ജോലി ചെയ്ത് എന്റെ ചേട്ടന് ശുശ്രൂഷയ്ക്ക് വേണ്ടി സഹായിക്കാം എന്നൊരു തീരുമാനം മനസ്സിനകത്ത് കൊണ്ട് നടന്നു. സമർപ്പിക്കാനോ കർത്താവിലേക്ക് വിട്ടുകൊടുക്കുവാനോ ഞാൻ തയ്യാറായിരുന്നില്ല. അങ്ങനെ വീണ്ടും പഠനത്തിലേക്ക് ഞാൻ പോയി. അതിനോടൊപ്പം തന്നെ പല ജോലികൾ ചെയ്യുവാനായിട്ട് ഞാൻ ആരംഭിച്ചു. അനേക ജോലികൾ ചെയ്യുവാൻ കർത്താവ് ഇടയാക്കി. പഠനത്തിലും അതുപോലെ പഠിച്ചു കയറുവാനായിട്ട്.
ഉള്ള തീരുമാനങ്ങൾ എടുത്തു. ആ പഠനത്തോടു കൂടി ഉള്ള ജോലിയും ഞാൻ ചെയ്യുന്ന സമയത്ത് പെട്ടെന്നൊരു ആക്സിഡന്റ് ജീവിതത്തിലേക്ക് കടന്നു വന്നു. ആ ആക്സിഡന്റിൽ നേരിട്ട് ജീപ്പ് ഇടിക്കുകയായിരുന്നു. എന്റെ നെർവിനെല്ലാം കംപ്ലൈന്റ് ആയി, ഒരു വശം മുഴുവൻ തളർന്ന പോലെ അവസ്ഥയായിരുന്നു. ഒരു വർഷത്തിനകത്ത് ഒരു കിടപ്പ് രോഗി എന്ന നിലയിലായിരുന്നു ഞാൻ ആയിരുന്നത്. എല്ലാ നെർവും ക്ഷതം പറ്റി ശരീരത്തിന്റെ ചലന ശേഷിയൊക്കെ നഷ്ടപ്പെട്ടിരിക്കുന്ന സമയം ഞാൻ ആ കിടപ്പിൽ കിടന്നുകൊണ്ട് ഗുളികയ്ക്കോ വിദഗ്ധരായ ഡോക്ടർമാർക്കോ ഒന്നും വിടുതൽ തരാൻ കഴിയാതിരുന്നപ്പോ ഞാന് പണ്ട് ചെയ്ത പാപങ്ങൾ, ദൈവത്തിന്റെ ദാസന്മാർക്ക് വിരോധമായി നിന്നതും പ്രവർത്തിച്ചതും, എന്റെ ജീവിതത്തിൽ ഞാൻ എടുത്ത തീരുമാനങ്ങളും ദൈവത്തിന് വിരോധമായിട്ട് നിലകൊള്ളുന്നതെല്ലാം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇടപെടാൻ തുടങ്ങി ആ കിടപ്പിൽ. ഞാൻ ദൈവത്തോട് ആ കിടപ്പിൽ കിടന്നുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിച്ച്, ദൈവത്തോട് ക്ഷമ ചോദിച്ച്, ഏതെങ്കിലും ഏറ്റുപറയാനുണ്ടെങ്കിൽ അതും ഏറ്റുപറയത്തക്ക നിലയിൽ കർത്താവിനോട് ചോദിച്ച് ഓരോന്നോരോന്നായി കർത്താവിനോട് ഏറ്റുപറയുവാൻ തുടങ്ങി. ഏറ്റുപറയുക മാത്രമല്ല, ഒരു തീരുമാനം കൊണ്ട് എടുത്ത്, കർത്താവെ, എന്നെ ഈ കിടക്കയിൽ നിന്ന് എഴുന്നേൽപ്പിച്ചാൽ, ആരോഗ്യവും ആയുസ്സും ദൈവം നൽകിയാൽ ദൈവത്തിന്റെ വേലയുടെ ഭാഗമായി തീരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു, അതിനുവേണ്ടി എന്നെ തന്നെ സമർപ്പിക്കുന്നു എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയുടെ പരിണിത ഫലമായി ആ പ്രാർത്ഥന സ്വർഗത്തിന്റെ ദൈവം കേട്ടു. ഒരു മാസത്തിനകം ആ കിടപ്പിൽ നിന്ന് കർത്താവ് എന്നെ എഴുന്നേൽപ്പിച്ചു. ബലവും കരുത്തും ശക്തിയും ദൈവത്തിന്റെ ആത്മാവ് പറന്നു. ആ സമയം തന്നെ 2001 അന്നെല്ലാം ബൈബിൾ കോളേജ് എല്ലാം പിന്നെ അടച്ചു. ആരെയും ഇന്റർവ്യൂ ചെയ്ത് അഡ്മിഷൻ ഒന്നും കിട്ടാത്ത ഒരു സമയം കൂടിയായിരുന്നു. എന്നാൽ ഒരു സഹോദരൻ മുഖാന്തരം ഒരു അഡ്മിഷൻ എടുക്കാനുള്ള ഫോമൊക്കെ മേടിച്ചു, അതിനെ പൂരിപ്പിച്ച് അദ്ദേഹം തന്നെ ബൈബിൾ കോളേജിന് കൊടുത്ത് ഇന്റർവ്യൂവിന് വേണ്ടി ക്ഷണിച്ചു. ആ സമയമൊക്കെ എനിക്ക് ഒത്തിരി ഭാരം തോന്നുന്ന ഒരു കാര്യമാണ്, ബൈബിളിനെ പറ്റി എനിക്ക് ആധികാരികമായോ പിന്നെ ചെറിയ കഥാരൂപണയുള്ള ഒരു കാര്യങ്ങൾ പോലും അറിഞ്ഞുകൂടാത്ത ഒരു വ്യക്തിയായിരുന്നു. അബ്രഹാം ആരാണ്, അബ്രഹാമിന്റെ ഭാര്യയുടെ പേരെന്താണ്, ഇസഹാക്ക് ആരാണ്, യാക്കോബ് ആരാണ്, യാതൊന്നും എനിക്കറിയത്തില്ല. അന്ന് ബൈബിൾ കോളേജിൽ ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്ത് എന്നോട് ചോദിക്കുന്നുണ്ടായിരുന്നു, ഈ അബ്രഹാമിന്റെ ആരാണ് ലോത്ത് എന്ന് എന്നോട് ചോദിച്ചു. അപ്പോ ഞാൻ രൂത്ത് എന്ന് ഞാൻ എവിടെയോ കേട്ടൊരു പരിചയമുണ്ട്. ഞാൻ അപ്പോ പറഞ്ഞു, അബ്രഹാമിന്റെ സഹോദരിയാണ് ലോത്ത്. അങ്ങനെയാണ് എന്റെ വചന പാണ്ഡിത്യം എന്ന് പറയുന്നത്. അങ്ങനെയാണ് ഞാൻ ബൈബിൾ കോളേജിൽ ചെന്ന് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നത്. അന്ന് പറഞ്ഞു, ഇത്രയും അറിഞ്ഞുകൂടാത്ത നിന്നെ എങ്ങനെയാണ് ഈ ബൈബിൾ കോളേജിൽ എടുക്കേണ്ടത്, അതിന്റെ ഒരു സ്റ്റാൻഡേർഡ് പോലും നിലനിർത്തുവാൻ കഴിയാതെ ഇതിന്റെ ആഴം എങ്ങനെ പഠിക്കും. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞ് ഞാൻ അനുഭവിച്ച സാക്ഷ്യത്തെ കുറിച്ച് അവിടെ നിന്ന് ഫാക്കൽറ്റി മെമ്പേഴ്സിനോട് ഞാൻ പറഞ്ഞു, എനിക്കൊരു ഉറപ്പുണ്ട്, ദൈവത്തിന്റെ വേലയ്ക്ക് വേണ്ടി എന്നെ കണ്ടു. ആ കണ്ട ഏക കാരണം കൊണ്ടാണ് ആ കിടപ്പിൽ നിന്ന് കർത്താവ് എഴുന്നേൽപ്പിച്ച് ഇവിടെ വരാനുള്ള ഇങ്ങനെയുള്ള സാഹചര്യം ദൈവം ഒരുക്കിയത്. അത് മാത്രമാണ് എന്റെ ഉറപ്പും, അത് മാത്രമാണ് ബലമായി ദൈവത്തിന്റെ നിയോഗമായി ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞ ഏക കാരണം കൊണ്ട് ആ കോളേജിൽ എനിക്ക് അഡ്മിഷൻ ലഭ്യമായി തീരുവാൻ സ്വർഗത്തിന്റെ ദൈവം ഇടയാക്കി. അങ്ങനെ 4 വർഷത്തെ പഠനം പൂർത്തീകരിപ്പാൻ ദൈവം ഇടയാക്കി. ഞാൻ പറഞ്ഞല്ലോ, അവിടെ പഠിക്കുക എന്ന് വളരെ ബുദ്ധിമുട്ടായിരുന്നു. എൻ്റെ അപ്പൻ കൂലിവേലക്കാരനാണ്. 4 പേരെ പഠിപ്പിക്കുക എന്ന് പറയുന്നത് വളരെ ദുഷ്കരമാർന്ന ഒരു പ്രോസസ്സിംഗ് ആണ്. എന്നാൽ ആ കോളേജിൽ ഞാൻ പഠിക്കുന്ന സമയത്ത് ചായ പോലും കുടിക്കാനുള്ള പൈസ പോലും എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. സിറോസ് എടുക്കാൻ പൈസ ഉണ്ടായിരുന്നില്ല. മാസം തോറും ഭവനത്തിൽ വരാനുള്ള വണ്ടിക്കൂലി കയ്യിലുണ്ടായിരുന്നില്ല. ഉടുതുണിക്ക് മറുതുണി ഉണ്ടായിരുന്നില്ല. ആ സമയത്തൊക്കെ ഞാൻ ചന്തയിൽ 100 രൂപയ്ക്ക് 3 സെക്കൻഡ് ഹാൻഡ് ഷർട്ട് കിട്ടുമായിരുന്നു. 30 രൂപ കൊടുത്താൽ ഒരു ഷർട്ട് കിട്ടും. അതൊക്കെ ഇട്ടാണ് ശുശ്രൂഷയൊക്കെ അല്ലെങ്കിൽ പഠനമൊക്കെ ആരംഭിച്ചത്. അങ്ങനെ വളരെ ബുദ്ധിമുട്ട് നിറഞ്ഞ ഒരു സാഹചര്യത്തിലൂടെയാണ് ബൈബിൾ കോളേജിൽ പഠിക്കുന്നത്. അവിടെ ഒത്തിരി ക്യാമ്പസിലൊക്കെ ജോലി ചെയ്ത് അതിൽ നിന്ന് കിട്ടുന്ന പൈസ കൊണ്ട് സോപ്പും ചീപ്പും സിറോസും ഒക്കെ എടുത്ത് ആണ് പഠിച്ചത്. ആ സമയത്ത് വളരെയധികം വേദനപ്പെടുന്ന 3 വർഷങ്ങൾ എന്റെ റൂമിൽ കണ്ണുനീര് മാത്രമാണ് എന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത്. എന്നാൽ ആ കണ്ണുനീർ കണ്ട ഒരു കർത്താവ് ഉണ്ട് എന്ന് 4ാമത്തെ വർഷത്തിൽ എനിക്ക് മനസ്സിലായി. എല്ലാവരെക്കാളും കൂടുതൽ പഠിക്കുവാനും നല്ല മാർക്ക് മേടിപ്പാനും 250ഓളം സ്റ്റുഡൻസ് ഗ്രാജുവേറ്റ് ചെയ്യുന്ന സമയത്ത് അവരെ റെപ്രസെന്റ് നിന്നുകൊണ്ട് ദൈവത്തിന്റെ വചനം 30,000 പേരുടെ മുൻപിൽ പ്രസംഗിക്കത്തക്ക നിലയിൽ സ്വർഗത്തിലെ ദൈവം എന്നെ ആ കോളേജിൽ സെലക്ട് ചെയ്തു. അതൊക്കെ ഏറ്റവും ദൈവം തന്ന ഒരു പദവിയായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. കാരണം എന്റെ ജ്ഞാനം നോക്കിയാൽ
വാക്ചാതുര്യം നോക്കിയാൽ, അറിവ് നോക്കിയാൽ അതൊന്നും ലഭ്യമായി തീരുവാൻ യാതൊരു വഴിയും ഉണ്ടായിരുന്നില്ല. എന്നാൽ ദൈവം മുന്നമേ കണ്ടു. ഭോഷത്വത്തിൽ നിന്നും ആരംഭിച്ച എന്നെ ജ്ഞാനികളുടെ മുമ്പാകെ ദൈവം മാനിച്ച് നിർത്തുവാൻ ദൈവം ഇടയാക്കി. ഇന്ന് ഞാൻ ചിന്തിക്കുമ്പോൾ അതൊന്നും എന്റെ കഴിവുകൊണ്ടോ എന്റെ പ്രാപ്തി കൊണ്ടോ എന്റെ ജ്ഞാനം കൊണ്ടോ ഒന്നുമല്ല. ദൈവം വിളിച്ച വിളിയാനുള്ള ദൈവത്തിന്റെ കൃപ നൽകിയ ഏക കാരണം കൊണ്ടാണ് അതിലൊക്കെ കയറി വരുവാൻ സ്വർഗത്തിന്റെ ദൈവം ഇടയാക്കിയതും ആമീൻ അവിടെയെല്ലാം ദൈവം മാനിച്ച് ബഹുമാനത്തോടെ നിർത്തിയതുമെന്ന് ആമീൻ സ്തോത്രത്തോടെ ഇന്ന് പകൽ ഓർക്കുവാനും ആമീൻ കർത്താവിന് നന്ദി പറയുവാനുള്ള ഒരു അവസരമായി ഞാൻ ഏറ്റെടുക്കുകയാണ്. അത് കഴിഞ്ഞ് 2024 ഗ്രാജുവേഷൻ കഴിഞ്ഞ് ദൈവത്തിന്റെ വേലയ്ക്ക് വേണ്ടി ഞാൻ ഇറങ്ങിയാണ്. ഇറങ്ങുന്ന സമയം എന്റെ അങ്കിളാണ് തുളസീധരൻ പാഷ. അതുപോലെ തന്നെ മാസ്കറ്റിൽ വേണുദാസ് എന്ന് പറയുന്നത് എന്റെ അങ്കിളാണ്. അവരെല്ലാം ശക്തരായ ദൈവത്തിന്റെ ദാസന്മാരാണ്. ഞാൻ ഇറങ്ങുന്ന സമയത്ത് തന്നെ അങ്കിളിനോടൊപ്പം ദൈവത്തിന്റെ വേലയുടെ ഒരു അസോസിയേറ്റ് പാസ്റ്ററായിട്ട് സേവനം അനുഷ്ഠിക്കുവാൻ അല്ലെങ്കിൽ ശുശ്രൂഷ ചെയ്യുവാൻ കർത്താവ് ഭാഗ്യം നൽകി. ഏകദേശം 12-13 വർഷത്തോളം ആ ദൈവത്തിന്റെ ദാസനോടൊപ്പം കിളിമാനൂർ ശുശ്രൂഷ ചെയ്യുവാൻ കർത്താവ് ഇടയാക്കി. കിളിമാനൂർ ശുശ്രൂഷ ചെയ്യുമ്പോൾ തന്നെ കടക്കൽ, അഞ്ചൽ, വിളഭാഗം, വർക്കല ആ ഭാഗത്തെല്ലാം പയനീർ മിനിസ്റ്ററി ചെയ്യുവാനൊക്കെ ദൈവം ഭാഗ്യം ഒരുക്കി. അവിടെ എല്ലാം ശുശ്രൂഷ ചെയ്യുവാനും പ്രാർത്ഥിപ്പാനും വ്യക്തിപരമായ സുവിശേഷം അറിയിപ്പാനൊക്കെ ദൈവം ഇടയാക്കി. ആ സന്ദർഭത്തിലെല്ലാം പല അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ അനുഭവത്തിൽ ഒന്നാമത്തെ അനുഭവം എന്ന് പറയുന്നത്, അന്ന് വ്യക്തിപരമായ സുവിശേഷീകരണ പ്രവർത്തനവുമായി നിൽക്കുന്ന സമയത്ത് ഒരു സ്ഥലത്ത് സുവിശേഷം അറിയിക്കുവാനായിട്ട് കടന്നു ചെല്ലുന്ന സമയത്ത് ജീസസിന്റെ ഒരു ഫിലിം കാണിച്ചുകൊണ്ടാണ് നമ്മൾ അവിടെ സുവിശേഷീകരണം നടത്തിയത്. പല സ്ഥലങ്ങളിൽ എന്റെ കസിൻ ബ്രദറുമായിട്ട് അത് നടത്തുവാനായിട്ട് പോയിട്ടുണ്ട്. അങ്ങനെ ഒരു സ്ഥലത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കുറച്ചു പേരെ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞതിന് ശേഷം ഒരു 7-8 ഓട്ടോയിൽ ഒത്തിരി ആൾക്കാർ വന്ന്, അപ്പൊ ഒത്തിരി സന്തോഷമായി. നമുക്ക് ആവേശം കൂടി സുവിശേഷം പറയുവാനായിട്ട് തുടങ്ങി. യേശുവാണ് രക്ഷകരെന്ന് പറഞ്ഞു. മറ്റൊരുത്തൻ രക്ഷയില്ല എന്ന് പറയാൻ തുടങ്ങിയത് മാത്രം ഓർമ്മയുണ്ട്. ഈ 7 ഓട്ടോയിൽ വന്ന ആൾക്കാർ വന്ന് അടിച്ച് തകർത്ത് തരിപ്പണമാക്കി 7 ദിവസത്തോളം ഹോസ്പിറ്റലിൽ കിടക്കേണ്ട അവസ്ഥ വന്നു. പക്ഷേ നമ്മൾ വിചാരിക്കും ഇങ്ങനെ പീഡനം അനുഭവിക്കുന്നവരുടെ വേദനയും പ്രയാസവും എന്തുമാത്രമാണ്. പക്ഷെ നമുക്ക് അറിഞ്ഞൂടാത്തത് കൊണ്ടാണ് ആദ്യത്തെ അടി കിട്ടുന്നത് വരെയുള്ള പ്രയാസമേ ഉള്ളൂ. ഒരടി കിട്ടിയതിന് ശേഷം പിന്നെ നമുക്ക് അടി കൊള്ളാനുള്ള ഒരു ആവേശമായിരിക്കും സുവിശേഷീകരണത്തിൽ നമുക്ക് ഉണ്ടാകുന്നത്. ഇന്ന് കർത്താവിന് വേണ്ടി അടികൊള്ളണം, ഇന്ന് കർത്താവിന് വേണ്ടി കഷ്ടം അനുഭവിക്കണം, ഇന്ന് കർത്താവിന് വേണ്ടി നിന്ന ചുമക്കണം, ഇന്ന് കർത്താവിന് വേണ്ടി ചീത്തവിളിയെങ്കിലും കേൾക്കണം എന്നൊരു ആഗ്രഹം, ആവേശം വന്നപ്പോ എന്റെ കുറച്ച് കസിൻ ബ്രദറും കൂടെ ആവേശത്തോടുകൂടി നമ്മളുകൊണ്ട് നമുക്കും ഇതുപോലെയുള്ള അനുഭവങ്ങൾ വേണം എന്ന് ചിന്തിച്ചുകൊണ്ട് വരാൻ തുടങ്ങി. ഒരു സ്ഥലത്ത് സുവിശേഷം അറിയിക്കാൻ വേണ്ടി കടന്നുപോയ സമയത്ത് 2 ചേരിയായിട്ട് ആൾക്കാർ വന്നു. ഒരു കൂട്ടർ വന്ന് പറഞ്ഞു ഇവിടെ സുവിശേഷം പറയരുത്, ഒരു കൂട്ടർ വന്ന് പറഞ്ഞു ഇവിടെ സുവിശേഷം പറയണം. അവസാനം വടിവാളുമായിട്ട് 2 കൂട്ടരുമായിട്ട് ഇങ്ങനെ മൽപ്പിടുത്തത്തിന്റെ അവസ്ഥയിലേക്ക് വന്നെത്തി. എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റില്ല. സുവിശേഷം അറിയിച്ചാൽ വെട്ടും, സുവിശേഷം അറിയിച്ചില്ലെങ്കിൽ അടിക്കും. എങ്ങനെയാണെങ്കിലും നമ്മൾ അടി കൊണ്ടിട്ട് തിരിച്ചു വരാനായിട്ട് കഴിയത്തുള്ളൂ എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ നിന്ന് റോഡിന്റെ നടുവിൽ നിന്നുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചു. ദൈവം തന്നെ ഉത്തരം പറയും. കർത്താവിന്റെ നാമത്തിലാണ് ഈ ഗ്രാമത്തിൽ വന്നു നിൽക്കുന്നത്. ദൈവം ഇറങ്ങി എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ നമുക്ക് തിരിച്ച് ബോഡി അല്ലാതെ വേറെ ഒന്നും വീട്ടിലേക്ക് എത്തത്തില്ല എന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചു. ആ സമയം തന്നെ ഒരു 5 മിനിറ്റിനകം ഒരു വലിയ ഇടിമുഴക്കത്തോടെ ഒരു പെരുമഴ പെയ്തു. പെരുമഴ പെയ്തു ഉടനെ 2 ചേരിയായിട്ട് വന്ന ആൾക്കാർ മുഴുവനും വടിവാളും കമ്പും എല്ലാം കൊണ്ട് അവരവരുടെ സ്ഥലങ്ങളിലേക്ക് ഓടിപ്പോയി. സ്വസ്ഥമായിട്ട് നമ്മൾ വീട്ടിലെത്തുവാനും കർത്താവ് ഇടയാക്കി. ഈ ശുശ്രൂഷ കാലഘട്ടത്തിൽ നഗരൂർ എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ ഒത്തിരി പ്രശ്നങ്ങളുള്ള ഏരിയയാണ്. അവിടെ നിന്ന് പ്രാർത്ഥിക്കാൻ വരുന്നവരുണ്ട്. അങ്ങനെ ഒരു കുടുംബ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ക്ഷണിച്ചു. അങ്ങനെ അവിടെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ചെല്ലുന്ന സമയത്ത് ആ ഭവനത്തിനകത്ത് അവിടുത്തെ ഗ്രഹനാഥന്റെ വൈഫ് പെട്ടെന്ന് പിശാച് ജസ്റ്റ് ഒന്ന് പ്രാർത്ഥിച്ചു. എന്തോ ഒരു രോഗത്തിനാണ് പിടിച്ചത്. ചെന്ന് പ്രാർത്ഥിച്ച് തിരിച്ചു വരാനായിട്ട് ജസ്റ്റ് ഒന്ന് എഴുന്നേറ്റ് നിന്ന് അവരെ തലയൊക്കെ വെച്ച് പ്രാർത്ഥിച്ചത് മാത്രം ഓർമ്മയുണ്ട്. അലറി വിളിക്കാൻ തുടങ്ങി. ഭയങ്കര പ്രശ്നമുണ്ടായി. അങ്ങനെ പിശാച് അലറി എന്തൊക്കെ ചെയ്യുന്നോ, എന്തൊക്കെ ചെയ്തോ, ഇനി എന്തൊക്കെ ചെയ്യാൻ പോകുന്നു എന്നുള്ള കാര്യം വിശദമായിട്ട് പിശാച് പറഞ്ഞുകൊണ്ടേയിരിക്കുക. യേശുവിന്റെ നാമത്തിൽ അതിനെ ശാസിച്ചു. ഓരോന്നിനെ അത് പുറത്താക്കി വിടുതലൊക്കെ ഉണ്ടായി. വളരെ സന്തോഷത്തോടെ ശുശ്രൂഷയിൽ കർത്താവ് അത്ഭുതം പ്രവർത്തിച്ചു, യേശു തൊട്ടു രക്ഷിച്ചു എന്നൊക്കെ പറഞ്ഞ് ആ ഭവനം വിട്ട് നമ്മൾ പുറത്തു വരുന്നത്. എന്റെ വൈഫുണ്ട്, കുഞ്ഞുണ്ട്.
വാഹനമെടുത്ത് പുറത്തേക്ക് വരുന്ന സമയത്ത് ഈ ബഹളം കേട്ട് അതിന്റെ ചുറ്റുമുള്ള ആൾക്കാർ ഒരുമിച്ച് ചേർന്ന് റോഡിൽ എന്നെ കാത്തു നിൽക്കുകയാണ്. കാത്തു നിന്ന് അവർ വണ്ടി വിടാതെ വണ്ണം നിരനിരയായി അവർ നിൽക്കാൻ തുടങ്ങി. വണ്ടി തടഞ്ഞു നിർത്തി. എന്നിട്ട് ഡോറ് വലിച്ച് ഇളക്കി അതിനെ ഓടിച്ചു. എന്നിട്ട് എന്റെ ദേഹത്ത് ഡ്രസ്സിൽ പിടിച്ച് വലിച്ച് റോഡിലേക്ക് വലിച്ചിഴച്ചു. ആ സമയത്ത് വൈഫും കുഞ്ഞൊക്കെ നിലവിളിക്കാൻ തുടങ്ങി. സഹോദര, നിങ്ങൾക്ക് സഹോദരന്മാരില്ലേ? ഒരു സഹോദരി കാണത്തില്ലേ? കരഞ്ഞ ആ കരച്ച് നിങ്ങൾക്ക് കേൾക്കാൻ കഴിയത്തില്ലേ എന്നൊക്കെ പറഞ്ഞു. അപ്പോ എന്തായാലും ദൈവം ഇവിടെ ഒറ്റ വീട്ടില് നിങ്ങൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടി കയറരുത്, ഒരു വീട്ടിലും സുവിശേഷം അറിയിക്കരുത്, ദൈവത്തിന്റെ വചനവുമായിട്ട് ഇങ്ങനെ കയറി കഴിഞ്ഞാൽ ഇനി ഇതും ആയിരിക്കത്തില്ല നിങ്ങൾക്ക് ഉണ്ടാകുന്നത്. എന്നാൽ അവിടെ നിന്ന് ദൈവം അത്ഭുതകരമായിട്ട് വിടുവിച്ചു. ഉള്ള വണ്ടിയും കൊണ്ട് വീട്ടിലേക്ക് വന്നു. പക്ഷെ ദൈവം അവിടെ പ്രവർത്തിച്ചത് വളരെ വേദനയോടുകൂടി ആ കാര്യം പറയുന്നതിൽ വിഷമമുണ്ട്. എന്നാൽ നമ്മൾ ഒരിക്കലും പ്രതികാരം ചെയ്യുന്ന മനുഷ്യരല്ല. പ്രതികാരം ഉണ്ടാകാൻ വേണ്ടിയല്ല നമ്മൾ പ്രാർത്ഥിക്കുന്നത്, ആർക്കും ഒരു ദോഷം ഉണ്ടാകാനുമല്ല നമ്മൾ ശുശ്രൂഷ ചെയ്യുന്നതോ പ്രാർത്ഥിക്കുന്നതോ പ്രാർത്ഥനയുടെ വിഷയങ്ങളൊന്നും തന്നെ ആർക്കും ദോഷം ഉണ്ടാകാനുമല്ല. നമ്മൾ പ്രാർത്ഥിക്കുന്നത് ലോക സമാധാനത്തിന്, കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടുവാനും, ആത്മഹത്യയിൽ നിന്ന് വിടുതൽ പ്രാപിപ്പാൻ, ലഹരി പദാർത്ഥത്തിൽ നിന്ന് തലമുറകൾ വിടുവിക്കപ്പെടുവാൻ, കുടുംബജീവിതത്തിന്റെ ഭദ്രത നിലനിൽക്കുവാൻ, ഇതിനു വേണ്ടിയൊക്കെ തന്നെയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് കിട്ടുന്നത് നന്മ നിറഞ്ഞ ഹൃദയത്തിൽ നിന്ന് നന്മയാർന്ന പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോൾ ആ നന്മ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. അതിനുവേണ്ടി മാത്രമാണ് ഈ പുസ്തകം ചുമക്കുന്ന എല്ലാ ദൈവത്തിന്റെ ദാസന്മാരും ദൈവത്തിന്റെ മക്കളും പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആർക്കും ദോഷം വരരുത്, ദൈവത്തിന്റെ വിടുതൽ ഈ ദേശത്തുണ്ടാകണം. ഞാൻ പറഞ്ഞല്ലോ വാസേ, അവിടെ ആ സഹോദരിക്ക് ഒരു രോഗം മൂർധന്യാവസ്ഥയിൽ വന്നു. കിടപ്പിൽ നിന്ന് എഴുന്നേൽക്കാൻ കഴിയാത്ത ആ സഹോദരിയെ കിടപ്പ് രോഗിയാക്കി തീർത്ത പിശാചിന്റെ സ്വാധീനം ആ സഹോദരിയിൽ നിന്ന് വിട്ടപ്പോ ആ കിടപ്പിൽ നിന്ന് ആ സഹോദരി എഴുന്നേറ്റു, ശുശ്രൂഷ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ തന്നെ ദൈവിക വിടുതലുണ്ടായി. അപ്പൊ ഇങ്ങനെ ഓരോരുത്തരെ തകർത്തുകൊണ്ടിരിക്കുന്ന പിശാചിന്റെ സ്വാധീനം നിന്ന് വിടുവിപ്പാൻ കർത്താവ് യേശുവിനല്ലാതെ വേറെ ആർക്കും കഴിയത്തില്ല. അതുകൊണ്ട് തന്നെ പ്രാർത്ഥിച്ചത് മുഖാന്തരമായി ആ പൈശാചിക ശക്തി നമ്മുടെ ശുശ്രൂഷകളെ ആ ദൈവനാമത്ത് ഒരിക്കലും അവിടെ ഉയരാതിരിക്കാനുള്ള പ്രവർത്തി കൊണ്ടുവരുവാൻ വ്യക്തികളെ എന്ത് ചെയ്തു? ആ പിശാച് ഉപയോഗിച്ചു. പക്ഷെ വിഷമം തോന്നിയില്ല, ഭാരം തോന്നിയില്ല. കർത്താവ് അവരെ സ്നേഹിക്കട്ടെ, ചിരിച്ചുകൊണ്ട് നമ്മൾ ഭവനത്തിലേക്ക് വന്നു. എന്നാൽ ഒരു മാസം കഴിഞ്ഞപ്പോ അവിടെ നിരനിരയായി നിന്ന 3 യൗവനക്കാർ, ഒരാൾ മാനസിക രോഗിയായി മാറി, ഒരാൾ ആത്മഹത്യ ചെയ്യേണ്ടി വന്നു, ഒരാള് ആ ദേശം വിടേണ്ടി വന്നു. അത്രമാത്രം ഭയാനകമായ അവസ്ഥകൾ അവരുടെ നേരിൽ വന്നു. അത് ഒരിക്കലും നമ്മുടെ അടുത്ത് എതിർത്തുകൊണ്ടോ എന്ന് ഞാൻ പറയുന്നില്ല. ദൈവനാമത്തിന് വിരോധമായിട്ട് ആര് നിന്നാലും അതിന് പ്രതികരിക്കുന്നത്, അതിനുവേണ്ടി പ്രവർത്തിക്കുന്നതെല്ലാം സർവശക്തനാകുന്ന ദൈവമാണ്. ഒന്നുകിൽ അവർ കർത്താവിലേക്ക് വരും, അല്ലെങ്കിൽ കർത്താവിൽ നിന്ന് അവർ വെളിയിലായിരിക്കും. ഒരു ദിവസം ഞാൻ പറഞ്ഞ ജ്യേഷ്ഠൻ വിവാഹം ചെയ്തിരിക്കുന്നത് കന്നമ്പലം എന്ന് പറയുന്ന ദേശത്താണ്. അവിടെ ചേട്ടന്റെ വീട്ടിൽ പ്രാർത്ഥന വെച്ചു. ഞാനും കുടുംബമായിട്ട് അവിടെ കടന്നു ചെല്ലുന്ന സമയത്ത് എന്റെ വണ്ടിയുടെ ബാക്കിൽ ഇങ്ങനെ ഒരു സ്റ്റിക്കർ ഉണ്ട്, ജീസസ് ഈസ് ഓൺലി ആൻസർ, അങ്ങനെ ഒരു വാക്ക് എഴുതി. അപ്പൊ ഇത് കണ്ടുകൊണ്ട് അനേകർ നമ്മളെ ഫോളോ അപ്പ് ചെയ്യുന്ന കാര്യം നമ്മൾ അറിഞ്ഞില്ല. അങ്ങനെ ചേട്ടന്റെ വീട്ടിൽ പ്രാർത്ഥനയെ കഴിഞ്ഞു പാട്ടൊക്കെ പാടി വളരെ സന്തോഷത്തോടെ തിരിഞ്ഞു വരുന്ന സമയത്ത് ഒരു 10ഓളം ബൈക്കുകൾ നിരനിരയായി ആ റോഡിൽ നിരത്തി നിർത്തിയിരിക്കുകയാണ്. എന്നിട്ട് അവർ വളഞ്ഞു നിന്ന് ഇറങ്ങാനായിട്ട് പറഞ്ഞു, ആക്രോശിച്ചു, ബഹളം ഉണ്ടാക്കിയിട്ട് പറഞ്ഞു, നിങ്ങളവിടെ പ്രാർത്ഥന. അപ്പോ നമ്മൾ പ്രാർത്ഥന നടത്തിയ സ്ഥലത്ത് കുറച്ചു പേര് കടവരാന്തയിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അവർ ഫോൺ ചെയ്യുന്നുണ്ട്. നമ്മൾ വണ്ടി ഇറങ്ങുന്ന സമയത്ത് അവർ ഫോൺ ചെയ്യുന്നു, സംസാരിക്കുന്നു, ഇറങ്ങിയിട്ടുണ്ട്, അങ്ങോട്ട് വന്നിട്ടുണ്ട് എന്ന് പറയുന്ന സമയത്ത് അതിന്റെ പകുതി ദൂരം എത്തുമ്പോൾ നമ്മളെ തടയാനുള്ള ആൾക്കാരെല്ലാം വഴിയിൽ അങ്ങനെ തന്നെ നിൽപ്പുണ്ട്. അവിടെ നിൽക്കുമ്പോൾ ആക്രോശിച്ചുകൊണ്ട് ബഹളം ഉണ്ടാക്കി, സംസാരങ്ങൾ ഉണ്ടായി. ആ സമയം നിങ്ങൾ അവിടെ എവിടെ പ്രാർത്ഥിക്കാൻ വേണ്ടി പോയി? നമ്മൾ ഇന്ന സ്ഥലത്ത് പോയി. അവിടെ പ്രാർത്ഥിക്കാൻ നിങ്ങൾക്ക് ആരാ പെർമിഷൻ തന്നിരിക്കുന്നത്? അവര് വിളിച്ചു, അതുകൊണ്ട് നമ്മൾ ചെന്നു എന്ന് ന്യായമായിട്ട് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞതിന് ശേഷം ലാസ്റ്റ് ഞാൻ പറഞ്ഞു, അതിന് ആര് പെർമിഷൻ തന്നാലും ഒരു വീട്ടിൽ കയറാനുള്ള അവകാശം നിങ്ങൾക്കില്ല. ഇവിടെ നിയന്ത്രിക്കുന്നത് നമ്മളാണ്, നമ്മുടെ ഭരണമാണ്. അതുകൊണ്ട് ഇവിടെ ആർക്കും അങ്ങനെ ഒരു മതപരിവർത്തനം ചെയ്യുവാനുള്ള പെർമിഷൻ നമ്മൾ ആർക്കും കൊടുക്കത്തില്ല. ഞാൻ പറഞ്ഞു, എന്റെ ചേട്ടൻ വിവാഹം ചെയ്തിരിക്കുന്ന വീട്ടിൽ ഒരു സഹോദരന് വരാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ പെർമിഷന്റെ ആവശ്യമില്ല. കാരണം എന്റെ സഹോദരൻ താമസിക്കുന്ന സ്ഥലത്ത് എനിക്ക് സ്വാതന്ത്ര്യത്തോടെ കടന്നു ചെല്ലുവാനുള്ള അധികാരവും അവകാശവും എനിക്കുണ്ട് എന്ന് പറഞ്ഞ ഉടനെ
ഞാൻ പറഞ്ഞു, അത് നിങ്ങൾക്ക് എന്തെങ്കിലും അതിന് സംശയം ഉണ്ടെങ്കിൽ എന്റെ കൂടെ നിങ്ങൾ വാ, ആ ഭവനം ഞാൻ കാണിക്കാം, അവിടെ നിങ്ങൾക്ക് ചോദിക്കാം, ആ കാര്യം ക്ലിയർ ചെയ്തിട്ട് എനിക്ക് പോയാൽ മതിയാകും എന്ന് പറഞ്ഞു. ഉടനെ തന്നെ അവർക്ക് മനസ്സിലായി പണി പാളിയിരിക്കുകയാണ്, ഇത് നമ്മൾ എതിർക്കാൻ നോക്കിയ കാര്യങ്ങൾ നടക്കത്തില്ല എന്ന് മനസ്സിലായി. അവിടെ നിന്ന് കർത്താവ് രക്ഷപ്പെടുത്തി വിടുവിച്ചു. നമ്മൾ ഈ ധൈര്യത്തോടെ പറയുമ്പോഴും അകത്ത് ഒരു പേടി എപ്പോഴും ഉണ്ടാകും, എങ്കിലും ധൈര്യത്തോടെ നിൽപ്പാൻ കർത്താവ് അവിടെ എല്ലാ ദിവസവും സഹായിച്ചു. അങ്ങനെ ഒത്തിരി അനുഭവങ്ങൾ കർത്താവ് നൽകുവാനിടയായി. ആ അനുഭവത്തിൽ തന്നെ ശുശ്രൂഷകന്മാർക്കും ദൈവമക്കളും അറിയേണ്ടതിന് ചില കാര്യങ്ങളെ ഓർപ്പിക്കാനായിട്ട് അവിടെ നിന്നുകൊണ്ട് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുകയാണ്. പല സ്ഥലത്തും പൈനീർ മിനിസ്ട്രി ചെയ്തു എന്ന് പറഞ്ഞല്ലോ. അതിൽ അഞ്ചൽ എന്ന് പറയുന്ന ഒരു സ്ഥലം, അഞ്ചൽ എത്തുന്നതിന് മുമ്പാണ്, നമ്മുടെ ആയൂര് കഴിഞ്ഞ് അഞ്ചൽ എത്തുന്നതിന് തൊട്ട് ഇപ്പുറത്തായിട്ട് ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലം ഒരു അകത്തോട്ട് കയറുന്ന സമയത്ത് ഒരു ഗ്രാമപ്രദേശം. ആ ഗ്രാമപ്രദേശം ഏകദേശം 100-ൽ കൂടുതൽ വീടുകളുണ്ട്. അവിടെ സുവിശേഷം അറിയിക്കുവാനായിട്ട് ഞാൻ കടന്നുപോയി. അവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത്, അവിടെ 20-നും 27 വയസ്സിനും ഇടയിലുള്ള യൗവനക്കാർ എല്ലാ വീടുകളിലും സൂയിസൈഡ് ചെയ്തിട്ടുണ്ട്. അതാണ് അതിന്റെ പ്രത്യേകത. അത്രമാത്രം സ്വാധീനമുള്ള ഒരു ദേശമായിരുന്നു. അവിടെ ഓരോ ഭവനത്തിൽ പ്രാർത്ഥിക്കാൻ എനിക്ക് ഓർമ്മ ഉള്ളത്, ഒരു വീട്ടിലോട്ട് കയറാൻ, ആ ദേശത്ത് ഒരു വീട്ടിൽ കയറാൻ ഏകദേശം, എല്ലാ വീടും അങ്ങനെയല്ല, ഒരു വീട്ടിൽ ഞാൻ ചെന്നപ്പോ ആ വീട്ടിലോട്ട് കയറാൻ ഏകദേശം 99 പടിയുണ്ട്. 99 പടി. ആ 99 പടിയിൽ ആദ്യത്തെ പടി ചവിട്ടിയപ്പോ തന്നെ മുകളിൽ ആ ഭവനത്തിൽ പിശാച് ഇളകി അലമുറ വിട്ട് ഭയങ്കരമായിട്ട് നിലവിളിക്കുന്ന ശബ്ദം കേട്ടു. നമ്മുടെ മകന്റെ വിവാഹം കുറച്ച് ടെൻഷനായിരുന്നു. അപ്പോഴാണ് ഞങ്ങൾ aromamary.com രജിസ്റ്റർ ചെയ്തത്. അവിടെ നിന്നാണ് നമ്മുടെ മകന് നല്ലൊരു പെൺകുട്ടിയെ കണ്ടെത്തിയത്. ഇന്ന് തന്നെ aromamary.com ഡൗൺലോഡ് ചെയ്യൂ. ആ ഭവനത്തിൽ പിശാച് ഇളകി അലമുറ വിട്ട് ഭയങ്കരമായിട്ട് നിലവിളിക്കുന്ന ശബ്ദം കേട്ടു. ഇവിടെ കയറരുത്, അയാൾ ഇവിടെ കയറാൻ പാടില്ല, ഇവിടെ കയറരുത്, ഇത് എന്റെ ആധിപത്യത്തിലുള്ള സ്ഥലമാണ്, ഇവിടെ വരാൻ അനുവാദമില്ല. അപ്പൊ ഒരു കാര്യം മനസ്സിലായി, നമ്മുടെ ശക്തി കൊണ്ടല്ല ശുശ്രൂഷ, ദൈവത്തിന്റെ അധികാരത്തിലാണ് ശുശ്രൂഷ കർത്താവ് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് നമുക്കൊന്നും പ്രശംസിപ്പാനുമില്ല, പ്രശംസിപ്പാനുണ്ടെങ്കിൽ ക്രൂശിലല്ലാതെ വേറെ ഒന്നുമില്ല എന്നുള്ള കാര്യം മനസ്സിലായി. നമ്മുടെ നാമത്തിലോ നമ്മുടെ യുക്തിയിലോ നമ്മുടെ ബുദ്ധിയിലോ നമ്മുടെ ചിന്തയിലോ അല്ല ശുശ്രൂഷ കിടക്കുന്നത്. കർത്താവിന്റെ നിയോഗം ഒരുവരിൽ ഉണ്ടെങ്കിൽ ആ പരിശുദ്ധാത്മാവിന് വിധേയപ്പെട്ട് നമ്മൾ എവിടെ കാല് ചവിട്ടുന്നോ അവിടെ പ്രവർത്തിക്കുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തന്നെയായിരിക്കും. പരിശുദ്ധാത്മാവിന് പ്രവർത്തിപ്പാൻ ഒരു ജഡം വേണം. ആ ജഡം അല്ലെങ്കിൽ ഒരു ആയുധം അത് നമ്മളാകുന്നുണ്ടെങ്കിൽ ആ പരിശുദ്ധാത്മാവിന് വിധേയപ്പെട്ട് കൊടുത്താൽ പരിശുദ്ധാത്മാവിന് എന്തും ചെയ്യുവാൻ കഴിയും. അതിന് സമർപ്പണത്തോടെ അതിനകത്ത് നമുക്ക് സ്ഥാനമാനങ്ങളോ നമ്മുടെ യുക്തിയോ നമ്മുടെ പഠനമോ നമ്മുടെ മഹിമയോ ഞാൻ ആരെന്നുള്ള ഭാവമോ നമുക്ക് താഴ്മയില്ലാത്ത സ്വഭാവങ്ങളോ മറ്റുള്ളവരെ നമുക്ക് ശ്രേഷ്ഠരെന്നെണ്ണാൻ, ബഹുമാനിപ്പാൻ, സ്നേഹിപ്പാൻ, ആദരിപ്പാൻ, വിട്ടുവീഴ്ച ചെയ്യുവാൻ, നമുക്ക് എന്തും മറക്കാൻ, എന്തും പൊറുക്കുവാൻ, അവൻ ഏത് ദ്രോഹം ചെയ്യുന്നവരെയും അണയ്ക്കുവാനും അവർക്ക് വേണ്ടി സ്തോത്രത്തോടെ പ്രാർത്ഥിപ്പാനും അവരിൽ നിന്ന് പ്രവർത്തിക്കുന്ന പിശാചിന്റെ പ്രവൃത്തിയാണെന്ന് മനസ്സിലാക്കി അവരോട് എതിർക്കാതെ അവരെ കൂടെ പ്രവർത്തിക്കുന്ന ദുഷ്ടനെ എതിർത്താൽ നമുക്ക് എല്ലാവരും സ്നേഹിപ്പാനും അംഗീകരിപ്പാനും വഹിപ്പാനും കഴിയും. അങ്ങനെ ദൈവത്തിന് സമർപ്പിച്ച് ആ ദേശങ്ങളെല്ലാം സുവിശേഷം അറിയിപ്പാനും ഓരോ ഭവനങ്ങളിൽ കയറുന്ന സമയത്തും പിശാചുക്കൾ ഇളകുവാൻ തുടങ്ങി, ദൈവപ്രവർത്തികൾ വെളിപ്പെടുവാൻ തുടങ്ങി, മരണശക്തികൾ ഭവനങ്ങളിൽ നിന്ന് വിട്ടുമാറുവാൻ തുടങ്ങി, കർത്താവായ യേശുവിന്റെ ജീവൻ ഭവനങ്ങളിൽ വെളിപ്പെടുവാൻ തുടങ്ങി. ജീവന്റെ വചനത്തിന്റെ വെളിച്ചം ജീവിതങ്ങളെ തൊട്ട് വിടുവിച്ച് അനേകരെ കർത്താവിലേക്ക് കൊണ്ടുവരുവാനും സ്നാനപ്പെടുവാനും കർത്താവിന്റെ ഉത്തമ സാക്ഷിയായി അവർ തന്നെ പിന്നത്തേതിൽ ശുശ്രൂഷകൾ ചെയ്യത്തക്ക നിലയിൽ, വചനങ്ങൾ പറയത്തക്ക നിലയിൽ, അനേകരെ ക്രിസ്തുയേശുവിലേക്ക് നടത്തത്തക്ക നിലയിൽ ദൈവത്തിന്റെ ആത്മാവ് അവരെ കൊണ്ടുവന്നിട്ടുണ്ട്. അതിനുശേഷം ഒരു കടക്കൽ എന്ന് പറയുന്ന ദേശത്തേക്ക് ഒരു പ്രവർത്തനവുമായി പോയി. അവിടെ ഒരു പ്രദേശം മുഴുവൻ, ഞാൻ പറഞ്ഞത് ഓരോ പ്രദേശത്ത് വ്യാപരിക്കുന്ന ദുർശക്തികളെല്ലാം ഓരോ കാറ്റഗറി എന്ന നിലയിലാണ് അത് പ്രവർത്തിക്കുന്നത്. ഒരു ദേശം മുഴുവനും സൂയിസൈഡ് സ്പിരിറ്റ് ആണെങ്കിൽ ഒരു സൈഡ് മൊത്തം മദ്യപാന ആസക്തിയാൽ യൗവനക്കാരെ തകർക്കുന്ന ഒരു സ്പിരിറ്റ് ആയിരിക്കും. വേറൊരു ഭാഗത്ത് നമ്മൾ നോക്കിയാൽ കുടുംബ ചിത്രങ്ങൾ, കുടുംബ തകർച്ചകൾ ഉണ്ടാക്കുന്ന പോരാട്ടത്തിൽ വ്യാപരിക്കുന്ന പോരാട്ടം. അങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ ആ സ്പിരിറ്റിനെ തിരിച്ചറിയാനും ആ സ്പിരിറ്റിന്റെ മേൽ അധികാരത്തോടെ യേശുവിന്റെ നാമത്തിൽ നിൽക്കുവാനുമുള്ള കൃപ കർത്താവ് നൽകുവാനിടയായിട്ടുണ്ട്. കടക്കൽ ചെന്നപ്പോ അവിടുത്തെ സ്പിരിറ്റ് എന്ന് പറയുന്നത് വാറ്റ്,
മദ്യപാനം, ചീട്ടുകളി. ഈ 3 കാറ്റഗറിയിലുള്ള സ്പിരിറ്റാണ് ആ ദേശം മുഴുവനും വ്യാപരിക്കുന്നത്. വ്യാപരിക്കുക മാത്രമല്ല, ഒരു മേൽഗതി ഉണ്ടാകാതെ ദാരിദ്ര്യത്തിന്റെയും അധപ്പതനത്തിന്റെയും അസ്വസ്ഥതയുടെയും അസമാധാനത്തിന്റെയും വ്യാപാരങ്ങൾ ഓരോ കുടുംബത്തിൽ വ്യാപരിക്കുന്നത് നേരിൽ കാണുവാൻ ഇടയാക്കിയിട്ടുണ്ട്. ഒരിക്കൽ അവിടെ സുവിശേഷം അറിയിച്ചു. ഞാൻ പറഞ്ഞല്ലോ, അങ്കിൾ മുഖാന്തരമായിട്ടാണ് ആ ദേശങ്ങളിലൊക്കെ പോകാൻ ദൈവം ഇടയാക്കിയത്. അതിനുശേഷം അങ്കിളിന് തിരക്ക് കൂടിയതായപ്പോ ഈ ദേശത്തൊക്കെ വ്യക്തിപരമായിട്ട് തന്നെ പോയി സുവിശേഷീകരിപ്പാനും പ്രാർത്ഥിപ്പാനൊക്കെ ദൈവം ഇടയാക്കിയിട്ടുണ്ട്. അവിടെ പോകുന്ന സമയത്ത് ഒരു ഫാമിലി പ്രാർത്ഥിക്കാൻ അനേകർ ദൈവത്തെ അറിയുവാനിടയായി. മദ്യപാനത്തിൽ നിന്നും അവര് മാറി, വാറ്റിൽ നിന്നും അവര് പിന്തിരിഞ്ഞു, ചീട്ടുകളിയിൽ നിന്ന് അവരത് ഉപേക്ഷിച്ച് കർത്താവായ യേശുവിന്റെ ഉത്തമ സാക്ഷിയായി അനേക യൗവനക്കാർ, അനേക കുടുംബങ്ങൾ ദൈവത്തിലേക്ക് വരുവാൻ ദൈവം ഇടയാക്കി. കുടിലുകൾ താമസിച്ച ഭവനങ്ങളിൽ പിന്നെ ഇപ്പോൾ ചെന്ന് കണ്ടാൽ അവിടെയെല്ലാം 2 നില വീടുകളാണ് ഓരോ കുടുംബങ്ങൾ വെച്ചിരിക്കുന്നത്. അതെല്ലാം ഒരു വെളിച്ചം ഒരു ദേശത്തിൽ തട്ടിയാൽ അവിടുത്തെ ദാരിദ്ര്യത്തിന്റെ സ്പിരിറ്റ് മാറി, അധപ്പതനത്തിന്റെ സ്വാധീനങ്ങൾ വിട്ടുമാറി, ദൈവത്തിന്റെ ധനം കൊണ്ടും ദൈവിക അനുഗ്രഹത്തിന്റെ സമൃദ്ധി കൊണ്ടും ദൈവത്തിന്റെ സ്റ്റാൻഡേർഡിലേക്ക് ദൈവത്തിന്റെ ജനത്തെ നയിക്കുമെന്ന് കാണുവാൻ കർത്താവ് ഇടയാക്കി. അവിടെ ഒരു ഭവനത്തിൽ ഒരു സഹോദരിക്ക് രോഗം ബാധിച്ചു. പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ആ ഭവനത്തിലേക്ക് കടന്നു ചെന്നു. അവർ കർത്താവിനെ അറിഞ്ഞവരല്ല. എന്നാൽ അടുത്തുള്ളവർ പറഞ്ഞു, ഇങ്ങനൊരു പാസ്റ്റർ ഉണ്ട്, വന്ന് പ്രാർത്ഥിച്ചാൽ ഒരു വിടുതലുണ്ടാകും, സൗഖ്യം ഉണ്ടാകും, അതിന് വില കൊടുക്കണ്ട, സൗജന്യമായി ലഭിക്കുന്നതാണ് എന്ന് പറഞ്ഞു. ആ ഭവനത്തിൽ പ്രാർത്ഥിക്കുവാനായിട്ട്, രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് ചെന്നു. അപ്പോ ചെല്ലുന്നത് കേട്ട് വരുന്നു എന്നറിഞ്ഞ് അടുത്തുള്ള ചില ഭവനക്കാരും ആ ഭവനത്തിലേക്ക് വന്നു. എന്നിട്ട് അടുത്തുള്ള ഭവനത്തിലുള്ളവരാണ് നമുക്ക് ഒരു കട്ടൻ ചായയൊക്കെ ഇടാനായിട്ട് അടുക്കളയിൽ നിന്ന് ചെയ്യുന്നുണ്ട്. അങ്ങനെ വിവരങ്ങളൊക്കെ ചോദിച്ച് പ്രാർത്ഥിക്കുവാൻ ആരംഭിച്ച അതേ സമയം രോഗിക്ക് വേറെ ഒന്നും സംഭവിച്ചില്ല. പക്ഷെ അടുക്കളയിൽ നമുക്ക് ചായ ഇടാൻ വേണ്ടി അടുത്തുള്ള വീടുകളിൽ വന്ന 3 സഹോദരിമാർ പിശാചിളകാൻ തുടങ്ങി. പിന്നെ അടുക്കളയിൽ നിന്നായിരുന്നു പിന്നെ ഒത്ത ശുശ്രൂഷകൾ. അവിടെ പ്രാർത്ഥിച്ചു. ദൈവം ആ പിശാചി ഇളകി മാറിയപ്പോൾ തന്നെ ഈ റൂമിൽ കിടന്ന രോഗി എഴുന്നേൽക്കാൻ തുടങ്ങി. കർത്താവ് വിടുതൽ. അങ്ങനെ ഒത്തിരി അനുഭവങ്ങൾ ഈ ശുശ്രൂഷ മേഖലകളിൽ കർത്താവ് നൽകി തരുവാനിടയായി. ആമേൻ. അതിലുപരിയായി വ്യക്തിപരമായി സുവിശേഷീകരണം നടത്തുവാനും ആഴ്ച തോറും ദൈവത്തിന്റെ വചനം പുതിയ നിയമത്തിൽ നിന്നും യേശു ആരാണ്, യേശു രക്ഷകനാണ്, ആ രക്ഷ എങ്ങനെയാണ് നമുക്ക് സ്വായത്തമാക്കുവാൻ കഴിയുന്നത്, ആ അധികാരം ദൈവത്തിന്റെ ദാസന്മാർക്ക് മാത്രമാണോ കൊടുത്തിരിക്കുന്നത്? അല്ല, ഒരിക്കലും ദൈവത്തിന്റെ ദാസന്മാർക്ക് തീരെഴുതി കൊടുത്തതല്ല ആ കൃപാവരങ്ങൾ അല്ലെങ്കിൽ ശുശ്രൂഷ എന്ന് പറയുന്നത്. ഏത് ദൈവത്തിന്റെ മക്കൾ വിശ്വസിക്കുന്നവരിലൂടെ കർത്താവ് ചെയ്യുമെന്ന് അവരെ പഠിപ്പിക്കുവാനും അവരെ ശുശ്രൂഷയ്ക്ക് വേണ്ടി എഴുന്നേൽപ്പിക്കുവാനും ദൈവത്തിന്റെ വചനം, വിദ്യാഭ്യാസമില്ലാത്ത അവർ ദൈവത്തിന്റെ വചനം വായിച്ച് അക്ഷരങ്ങൾ പഠിച്ച് ദൈവത്തിന്റെ വചനം പ്രസ്താവിച്ച് പ്രസംഗിക്കത്തക്ക നിലയിൽ ദൈവം അവരെ പ്രാപ്തിയുള്ളവരാക്കി മാറ്റി എന്നുള്ളതാണ് ഏറ്റവും വലിയ അഭിമാനം എന്ന് പറയുന്നത്. അങ്ങനെ കർത്താവ് അനേക വർഷങ്ങൾ 12 വർഷത്തോളം അവിടെ ശുശ്രൂഷിപ്പാൻ കർത്താവ് ഇടയാക്കി. അതിനുശേഷമായിട്ട് ഒരു വർഷത്തും ആന്ധ്രയിൽ ഭാഷ അറിയത്തില്ല, ദേശം അറിയത്തില്ല, ഒന്നും അറിയത്തില്ല, എങ്കിലും ഭയങ്കര ആഗ്രഹം, വാഞ്ച. അവിടെ ചെല്ലുമ്പോ ഞാൻ ഇതുവരെയും ഇങ്ങനെ പണ്ട് പ്രവചിച്ചിട്ടുണ്ടെങ്കിലും വലിയ പ്രവചനങ്ങളോ അല്ലെങ്കിൽ പേര് പറയത്തക്ക, അഡ്രസ്സ് പറയത്തക്ക, അവസ്ഥകൾ പറയത്തക്ക നിലയിലുള്ള വലിയ പ്രവചനങ്ങളൊന്നും എനിക്ക് ഉണ്ടായിട്ടില്ല. പക്ഷെ ആന്ധ്രയിൽ ചെന്നപ്പോ അവിടെ വ്യത്യസ്ത നിലയിൽ ഞാൻ പറഞ്ഞല്ലോ, ദൈവത്തിന് വേണ്ടി സമർപ്പിച്ചു കൊടുത്താൽ ദൈവം എന്ത് ചെയ്യുമെന്നുള്ളതിന്റെ ഒരു തെളിവും കൂടെയാണ് ഞാൻ പറയുന്നത്. അവിടെ ചെന്നപ്പോ ഞാൻ പറയാലോ, അവിടെ ഭാഷ തെലുങ്ക് എനിക്ക് അറിയത്തില്ല, തെലുങ്കിൽ ഞാൻ സംസാരിച്ചിട്ടില്ല, തെലുങ്കിൽ ശുശ്രൂഷ ചെയ്തിട്ടില്ല. പക്ഷെ തെലുങ്കരുടെ ഇടയിൽ വലിയ ദൈവപ്രവർത്തികൾ ചെയ്യുവാൻ സ്വർഗത്തിന് ദൈവം ഭാഗ്യം നൽകി. ഞാൻ പറയുന്ന കാര്യം അവർക്ക് മനസ്സിലാകത്തില്ല, അവർ പറയുന്ന കാര്യം എനിക്ക് മനസ്സിലാകത്തില്ല. പക്ഷെ ഭയങ്കരമായ വിടുതലുകൾ അവരുടെ ജീവിതത്തിൽ നടന്നു. എൻ്റെ ഒരു കസിൻ ബ്രദർ അവിടെ ഫാമിലി ആയിട്ട് താമസിക്കുന്നുണ്ട്. അപ്പോ എനിക്ക് വേണ്ടി ട്രാൻസ്ലേഷൻ ചെയ്തത് എൻ്റെ കസിൻ ബ്രദറിന്റെ വൈഫാണ്, സുജന എന്നാണ് പേര്. അപ്പോ ഒരു ദൈവത്തിന്റെ ദാസന് വേണ്ടി പ്രാർത്ഥിക്കാൻ, കുടുംബമായിട്ട് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് വന്നു. വരുന്ന സമയത്ത് ചില പേരുകൾ, അഡ്രസ്സ്, കാര്യങ്ങളൊക്കെ ദൈവം വെളിപ്പെടുത്തി. ഇന്ന ഒരു പ്രോബ്ലം ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ഞാനും ഞെട്ടിയായിരിക്കുന്നത്, ഇത് ശരിയാണോ? പക്ഷെ കർത്താവ് അകത്ത് തന്ന ഉറപ്പിൽ ആദ്യമായിട്ട് അങ്ങ് പറയുകയാണ്. പറഞ്ഞ സമയത്ത് ഇന്നയാള്, ഇന്ന അഡ്രസ്സിലുള്ള വ്യക്തി ഇന്ന ദിവസം ആ ഭവനത്തിൽ വന്നു, അത് മുഖാന്തരം ആ കുടുംബം തകരുവാൻ ആരംഭിച്ചു. അതാണ് സംഭവിച്ചത്. ഞാൻ പറഞ്ഞത്, അവിടെ ദൈവം ആ കുടുംബത്തെ വിടുവിപ്പാൻ തുടങ്ങി.
അനേക കുടുംബങ്ങൾക്ക് ഒരു ഉദാഹരണം ദൈവം നൽകി. 5 ഗ്രാമത്തിൽ പ്രവർത്തിപ്പാൻ കർത്താവ് ഭാഗ്യം നൽകി. ഒരു ഗ്രാമത്തിൽ ദൈവത്തിന്റെ ആലയം വെപ്പാൻ ദൈവം ഇടയാക്കി. അന്ന് ചെളി കുഴച്ചതും അന്ന് വെട്ടി കളച്ചതും എല്ലാം ഞാനായിരുന്നു. എൻ്റെ ഒരു കസിൻ ബ്രദറും കൂടെ ഉണ്ടായിരുന്നു. അന്ന് എനിക്കുണ്ടായിരുന്ന സന്തോഷം മൈക്കുമെടുത്ത് പുൽപ്പിറ്റിൽ നിന്ന് പ്രസംഗിക്കുന്നേക്കാളും ഭയങ്കര സന്തോഷമായിരുന്നു. ദൈവത്തിന്റെ ആലയത്തിന് വാനം തോണ്ടി അതിനകത്ത് കല്ലിടുമ്പോഴുണ്ടായിരുന്ന സന്തോഷം. അത് വേറെ ഏത് ശുശ്രൂഷ ചെയ്തിട്ടും ഈ ഒരു സന്തോഷം എൻ്റെ അകത്ത് വന്നിട്ടില്ല. അത് കർത്താവിന് വേണ്ടി വെയിലത്തും ആ മഴയത്തും ആ ചെളി പുരണ്ട ആ വസ്ത്രത്തോടുകൂടെ ദൈവത്തിന്റെ ആലയത്തിന് വേണ്ടി കല്ല് ചുമക്കുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം ഇവിടെയുള്ള വിശ്വാസികൾക്ക് ആർക്കും അറിയത്തില്ല. ഞാൻ അവിടെ ചെന്ന് ഈ കട്ട ചുമക്കുകയായിരുന്നു എന്നുള്ള കാര്യങ്ങൾ അറിയത്തില്ല. എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് അവിടെ ഭയങ്കര ശുശ്രൂഷയാണ് എന്നാ വിചാരിച്ചിരിക്കുന്നത്. പക്ഷേ ഞാൻ പറയാലോ, വലിയ ശുശ്രൂഷ എന്ന് പറയുന്നത് കട്ട ചുമക്കാൻ കഴിയോ, ദൈവത്തിന്റെ ആലയത്തിന്റെ അടിസ്ഥാനം ഇടുവാനുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ടോ, അതാണ് ഏറ്റവും വലിയ ശുശ്രൂഷ എന്ന് പറയുന്നത്. എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് ഭാഷ അറിയത്തില്ലെങ്കിലും അങ്ങനെ അവിടെ പ്രവർത്തിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം ഉള്ളിൽ വന്നു. അങ്ങനെ ഒരു ഗ്രാമത്തിൽ പ്രവർത്തിക്കുന്ന സമയത്ത് ദൈവത്തിന്റെ ആലയം പണിയുവാനായിട്ട് കുടിച്ച് വന്ന് ജോലി ചെയ്ത പലരും നമ്മോട് കൂടെ പണിയാനായിട്ട് കടന്നു വന്ന ഗ്രാമനിവാസികൾ. എന്നാൽ ദൈവത്തിന്റെ ആലയം പണിത് പൂർത്തീകരിക്കുന്നതിന് മുമ്പ് ആ കുടിച്ച് ആ ദൈവത്തിന്റെ ആലയം പണിത എല്ലാവരെയും കർത്താവായ യേശുവിന്റെ രക്ഷ ഏറ്റുപറയിക്കുവാനും കർത്താവായ യേശുവിനെ അംഗീകരിച്ച് ദൈവത്തിന്റെ മക്കളായി തീരുവാനുള്ള ഭാഗ്യം സ്വർഗത്തിലെ ദൈവം ഒരുക്കി. അവരെല്ലാം ഇപ്പോഴും ആന്ധ്രയിൽ സ്നാനപ്പെട്ട് ദൈവിക ശുശ്രൂഷയുടെ ഭാഗമായി നിൽപ്പാൻ കർത്താവ് ഇടയാക്കിക്കൊണ്ടിരിക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ, 1 വർഷം ഞാൻ അവിടെ പ്രവർത്തിച്ചു. 5 ഗ്രാമങ്ങളിൽ പ്രവർത്തിപ്പാൻ ദൈവം ഇടയാക്കി. ഒരു ഗ്രാമത്തിൽ ദൈവത്തിന്റെ ആലയം പണിയുവാനും അടിസ്ഥാനം ഇടുവാനും അതിന്റെ ഇനാഗുറേഷൻ കഴിഞ്ഞ് അവിടെ തന്നെ പോകാമെന്ന് തീരുമാനിച്ചു. എന്നാൽ 2 ദൈവത്തിന്റെ ദാസന്മാർ അവിടെ ശുശ്രൂഷയ്ക്ക് വേണ്ടി കടന്നു വന്ന സമയത്ത് രണ്ട് ദേശത്തു നിന്ന് വന്നവരാണ്. 2 പേരും ഒരൊറ്റ കാര്യം പറഞ്ഞു: ദൈവത്തിന്റെ ആത്മാവ് കണ്ടിരിക്കുന്ന ശുശ്രൂഷ ആന്ധ്രയിലല്ല. ദൈവം ശുശ്രൂഷിക്കാൻ ദൈവം ആക്കി വെക്കാൻ പോകുന്നത് ഇപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്നും ഒരു വൃക്ഷത്തെ വേരോടെ പുഴുത് ഒരു പട്ടണത്തിന്റെ നടുവിൽ സ്ഥാപിക്കുന്നത് പോലെ കർത്താവാക്കാൻ പോകുന്നു. അപ്പോഴും എനിക്ക് അറിയത്തില്ല എന്താ സംഭവിക്കാൻ പോകുന്നത്. വാസ്തവമായി ഞാൻ കിളിമാനിൽ പ്രവർത്തിക്കുന്ന സമയത്ത് ഞാനൊരു പുതിയ വീടൊക്കെ വെച്ചു. അതിന്റെ പ്രതിഷ്ഠാ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞു. സ്വസ്ഥമായി ജീവിച്ച് ആരംഭിച്ചതേ ഉള്ളൂ. ആ സമയത്തായി ഈ പ്രവചനം വന്ന് വീഴുന്നത്. അപ്പൊ എന്ത് ചെയ്യണം? അപ്പൊ മാനുഷികമായിട്ട് ഒരിക്കലും ഈ ആലോചനയുമായിട്ട് പൊരുത്തപ്പെടുവാനായിട്ട് ഭയങ്കര പ്രയാസമായിരുന്നു. അതിന്റെ ഇടയിലും പല അനുഭവങ്ങളുണ്ട്. ഞാൻ വിവാഹം ചെയ്യുന്ന സമയത്തെല്ലാം ഈ ദൈവിക ശുശ്രൂഷ ചെയ്യുന്നത് ഒരു ശമ്പളത്തിന്റെ അടിസ്ഥാനത്തിലോ സാമ്പത്തിക നന്മയ്ക്കോ സാമ്പത്തിക ഉയർച്ചയ്ക്കോ വേണ്ടി ഒന്നുമായിരുന്നില്ല. കർത്താവ് സൗജന്യമായി നൽകി, സൗജന്യമായി കൊടുക്കുക. പല സ്ഥലങ്ങളിൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടി കടന്നു പോകുന്ന സമയത്ത് എവിടെന്നെങ്കിലും നമുക്ക് സ്തോത്രാഴ്ച ആരെങ്കിലും തരികയാണെങ്കിൽ വേറൊരു വീട്ടിൽ ചെല്ലുമ്പോൾ അവിടുത്തെ ബുദ്ധിമുട്ട് കണ്ടു കഴിഞ്ഞാൽ അത് നോക്കി പ്രാർത്ഥിച്ച് ദൈവം കരുതിക്കൊണ്ടെന്ന് പറഞ്ഞിട്ട് തിരിച്ചു വരാനായിട്ട് മനസ്സനുവദിക്കത്തില്ല. ഉള്ള പൈസ മുഴുവനും അവിടെ കൊടുക്കും. ചില വിധവമാരുടെ ഭവനത്തിലേക്ക് പോകുന്ന സമയത്ത് ഓരോ പൊതിച്ചോറുമായിട്ടായിരിക്കും നമ്മൾ പോകുന്നത്. നമ്മൾ വീട്ടിൽ സാധനം മേടിക്കുന്ന സമയത്ത് ഒരു സഞ്ചിയിൽ കുറച്ച് സാധനം മാറ്റി വെച്ചിരിക്കും. 1 കിലോ 5 കിലോ അരി വാങ്ങിച്ചാൽ 1 കിലോ മാറ്റും. 2 കിലോ പയർ വാങ്ങിച്ചാൽ 1 കിലോ മാറ്റി വെക്കും. കാരണം ആഹാരമില്ലാത്ത ഭവനത്തിലൊക്കെ നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്ന സമയത്ത് വണ്ടിക്കകത്ത് ഒരു സഞ്ചി വെച്ചിരിക്കും. അവർക്ക് ആഹാരം എത്തിക്കുവാൻ. പ്രാർത്ഥന മാത്രമല്ല, നന്മ നിറഞ്ഞ ഹൃദയത്തിൽ കർത്താവായ യേശു ലോകത്തിലായിട്ട് നന്മ ചെയ്തും സുവിശേഷിച്ചും പോന്നു എന്ന് പറഞ്ഞതുപോലെ പല വിധവമാരുടെ ഭവനത്തിൽ അവർ കടന്നു ചെല്ലുന്ന സമയത്ത് അവർ ഒറ്റയ്ക്കായിരിക്കും. അവർ ഒറ്റയ്ക്കായതുകൊണ്ട് തന്നെ ആഹാരം വെച്ച് കഴിക്കാനായിട്ട് അവർക്ക് ബുദ്ധിമുട്ടും ഉണ്ടാകുന്ന പല ഭവനങ്ങൾ കണ്ടിട്ടുണ്ട്. അവിടെ എല്ലാം പല സമയത്ത് പോയതുകൊണ്ട് നമ്മൾ തീരുമാനമെടുത്ത് പോകുന്നുണ്ടെങ്കിൽ ഒരു സഞ്ചി സാധനവും ഒരു പൊതി ചോറുമായിട്ട് പോകും. അവിടെ ചെന്ന് ഉപവസിച്ച് പ്രാർത്ഥിക്കും. പ്രാർത്ഥന കഴിഞ്ഞ ഉടനെ ആ പൊതിച്ചോറ് നിവർത്തി അവരെ കൊണ്ട് മുഴുവനും കഴിപ്പിച്ചതിന് ശേഷം പ്രാർത്ഥിച്ച് മടങ്ങി വരുവാനുള്ള ഭാഗ്യങ്ങൾ ദൈവം നൽകി. അതുകൊണ്ട് ഒത്തിരി അമ്മമാരുടെയും അപ്പന്മാരുടെയും അനുഗ്രഹം ഹൃദയംഗമായി ലഭ്യമായി തീരുവാനും കർത്താവ് ഇടയാക്കിയിട്ടുണ്ട്. അതല്ലാതെ നമുക്ക് ആയുസ്സിൽ വേറൊന്നും നേടുവാനില്ല. അവർ ആഹാരം കഴിച്ച് തൃപ്തിയോടെ അവർ ചിരിക്കുന്ന മുഖം കാണുന്നതാണ് നമുക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ ഭാഗ്യം. അപ്പോഴാണ് നമുക്ക് നിറവുണ്ടാകുന്നത്. നമുക്ക് 1 ലക്ഷം രൂപ തരുന്നതോ 1000 രൂപ സ്തോത്രാഴ്ച തരുന്നതോ അല്ല. വലിയ ഒരു സംഭവം എന്ന് പറയുന്നത് അവർ തൃപ്തിയോടെ ഒന്ന് ചിരിച്ച് ആഹാരം കഴിച്ച് നിറഞ്ഞ ഒരു മനസ്സോടുകൂടെ ദൈവം അനുഗ്രഹിക്കട്ടെ മോനെ എന്ന് പറയുന്ന ഒരു വാക്കുണ്ടെങ്കിൽ 1 ലക്ഷം രൂപ തരുന്നതിനേക്കാളും ഇരട്ടി നന്മയും അനുഗ്രഹമാണെന്ന് അനുഭവിച്ചറിയുവാൻ സ്വർഗത്തിലെ ദൈവം ഭാഗ്യം നൽകി. ഞാൻ ഈ ശുശ്രൂഷയിലായിരിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, എൻ്റെ അപ്പൻ
കൂലിവേലക്കാരനായിരുന്നു. ഒത്തിരി ബുദ്ധിമുട്ട് പ്രയാസം നിറഞ്ഞാണ് എൻ്റെ അപ്പൻ 4 പേരെ പഠിപ്പിക്കുന്നതും വീട്ടിന്റെ കാര്യങ്ങൾ നോക്കുന്നതും. ആ സമയത്താണ് എൻ്റെ ചേട്ടന്റെ വിവാഹം കഴിയുന്നു. ആ ഭവനത്തിൽ എല്ലാവർക്കും വിവാഹം കഴിഞ്ഞ് ജീവിക്കാനുള്ള സ്ഥല സൗകര്യങ്ങൾ ആ ഭവനത്തിൽ ഉണ്ടായിരുന്നില്ല. എന്നാൽ എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ ഒരു സാമ്പത്തിക നന്മയ്ക്ക് വേണ്ടിയിട്ടോ ഒരു ഭൗതിക നേട്ടത്തിന് വേണ്ടിയോ ഒരു ഫിസിക്കൽ നീഡ്സിനോ ഒന്നിനും ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ടില്ല. ദൈവത്തോട് അതിനുവേണ്ടി മുട്ടിപ്പായി ഞാൻ ദൈവത്തോട് എനിക്ക് ഇത് തന്നേ തീരൂ എന്ന് ദൈവത്തോട് ശഠിച്ചിട്ടില്ല, ചോദിച്ചിട്ടില്ല, എനിക്ക് വേണമെന്ന് നിർബന്ധം പിടിച്ചിട്ടില്ല. എനിക്കൊന്നറിയാം, കർത്താവ് വിളിച്ചിട്ടുണ്ടെങ്കിൽ ദൈവം വിശ്വസ്തൻ തന്നെയാണ്. ദൈവം ഏത് സമയത്ത് എന്ത് വേണമെന്ന് ദൈവത്തിന് നല്ലതുപോലെ അറിയാം. കർത്താവ് നൽകാൻ വിശ്വസ്തനാണ്. എന്നാൽ എൻ്റെ ഓൺ ബ്രദറിനോടോ ബ്രദേഴ്സിനോടോ അല്ലെങ്കിൽ വിശ്വാസികളോടോ സഭകളോടോ ഒന്നിനും ഞാൻ റിക്വസ്റ്റ് ചെയ്തിട്ടില്ല. എന്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ കുഞ്ഞുപ്രായം മുതൽ ഞാൻ അപ്പനോട് അമ്മയോട് പറയാറുണ്ട്, നമുക്ക് ഉടുതുണിക്ക് മറുതുണി ഇല്ലാതിരിക്കുമ്പോഴും നമുക്കുള്ള ഡ്രസ്സ് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി തേച്ച് വെടിപ്പാക്കി നല്ലതുപോലെ തന്നെയാണ് നമ്മൾ പുറത്തേക്ക് പോകേണ്ടത്. നമ്മുടെ ബുദ്ധിമുട്ടോ നമ്മുടെ പ്രയാസങ്ങളോ നമ്മുടെ പട്ടിണിയോ നമ്മുടെ ഞെരുക്കമോ ഒന്നും മറ്റുള്ളവരല്ല അറിയേണ്ടത്. നമ്മുടെ ഞെരുക്കം അറിയേണ്ടത് സർവശക്തനാകുന്ന ദൈവം മാത്രമാണ്. ആ ദൈവം തന്നെങ്കിലേ ആ നിറവാകത്തുള്ളൂ. ദൈവം തന്നെങ്കിലേ നമുക്ക് തികവാകത്തുള്ളൂ. അതുകൊണ്ട് ദൈവമാണത് കാണേണ്ടത്, മനുഷ്യരല്ല. മനുഷ്യനെ പ്രീതിപ്പെടുത്തുവാനല്ല, മനുഷ്യന്റെ മുമ്പിൽ ഇത് കാണിച്ച് എന്തെങ്കിലും നേടിയെടുക്കുവാനുള്ള ഒരു ശ്രമം നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല എന്ന് തീരുമാനം ഉണ്ടായിരുന്നത് കൊണ്ട് എന്റെ ബുദ്ധിമുട്ടിലൊന്നും എന്റെ സഹോദരങ്ങളോടോ ഒന്നും ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട്, എന്തെങ്കിലും പ്രയാസമുണ്ട്, ഇങ്ങനൊരു വേദന ഉണ്ട്, എന്നെ ഒന്ന് സഹായിക്കാൻ കഴിയുമോ എന്ന് പറയാൻ എന്റെ മനസ്സ് അനുവദിക്കുക. അങ്ങനെ അഥവാ പറഞ്ഞു പോയാലുള്ള വേദന മാത്രമാണ് കൂടുതൽ ഉണ്ടാകുന്നത്. എന്നാൽ ഞാൻ ആ ശുശ്രൂഷ സമയത്ത് സാമ്പത്തികമായിട്ട് വളരെ ശോഷിച്ച അവസ്ഥയിലായിരുന്നു. എന്നാൽ വിവാഹം കഴിച്ച സമയത്ത് പുറത്തു പോകാൻ പൈസ ഇല്ലാതെ ബുദ്ധിമുട്ടി. ആരോട് പറയും? വീട്ടിലുള്ളവരോട് പറയാൻ പറ്റൂ? ഒന്നും പറയാൻ പറ്റാതിരിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ എല്ലാ കുടുംബ പ്രാർത്ഥനയെ കഴിഞ്ഞ് കട്ടിലിന്റെ കീഴിൽ കർത്താവിനോട് ഇങ്ങനെ വെറുതെ സംസാരിക്കുന്ന കർത്താവേ, നാളെ എന്റെ കയ്യിൽ ഒരു പൈസയില്ല, എങ്ങനെ പോകും, എന്ത് ചെയ്യണമെന്നൊന്നും എനിക്ക് അറിയത്തില്ല എന്ന് മാത്രം വെറുതെ കർത്താവിനോട് വെറുതെ സംഭാഷിച്ചിട്ട് ഞാൻ കയറി കിടന്നു. രാവിലെ 6 മണിയായപ്പോ നമ്മുടെ ചർച്ചയിൽ വരുന്ന ഒരു വിശ്വാസി രാവിലെ 6 മണിക്ക് ഓടി വന്നിട്ട് എന്റെ അമ്മയെ വിളിച്ചുണർത്തിയിട്ട്, ഞാൻ എഴുന്നേൽക്കുന്നതിന് മുമ്പ് വിളിച്ചുണർത്തിയിട്ട് പറഞ്ഞു, ഇന്നലെ രാത്രി എനിക്ക് ഉറക്കം തന്നില്ല. കർത്താവ് പറഞ്ഞു രാവിലെ ജോലിക്ക് കയറുന്നതിന് മുമ്പ് സിവിൽ പാസ്റ്റിന് 500 രൂപ കൊടുത്തിട്ടേ നീ ജോലിക്ക് പോകാവൂ. അങ്ങനെ അമ്മയുടെ കയ്യിൽ കൊണ്ടുകൊടുത്തു. അങ്ങനെ തുടർമാനമായിട്ടുള്ള അനുഭവങ്ങൾ കർത്താവ് നൽകി തന്നു. ഞാന് 4 വീലർ ഉപയോഗിക്കുന്ന സമയത്ത് എന്റെ കയ്യിൽ വാങ്ങിക്കാനുള്ള ഉപാധിയോ വഴികളോ ഒന്നും തന്നെ ഇല്ല. ഞാൻ ആ സമയത്ത് ബൈക്കിലൂടെ യാത്രയാണ്. ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, ഒരു 4 വീലർ ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. പക്ഷേ എന്റെ ജീവിതത്തിൽ 4 വീലറിന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ല. അങ്ങനെ ഇരിക്കുന്ന സന്ദർഭത്തിൽ രാവിലെ 6 മണിക്ക് എന്റെ അങ്കിൾ തുളസീധരൻ പാസ്റ്റർ എന്നെ വിളിക്കുന്നു, അത്യാവശ്യമായിട്ട് ഇന്ന സ്ഥലത്ത് വേണം. അപ്പൊ അവിടെ പപ്പയും നിപ്പുണ്ട്. 6 മണിയാണ്. അപ്പൊ ഇങ്ങനെ രാവിലെ വിളിക്കണമെങ്കിൽ എന്തായാലും ഒന്ന് മരണം സംഭവിച്ചിട്ടുണ്ട്, എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായിട്ടുണ്ട്. പെട്ടെന്ന് കുളിച്ച് ഡ്രസ്സൊക്കെ ഇട്ട് മരണസ്ഥലത്ത് ചെന്ന് പാടാനുള്ള പാട്ടൊക്കെ സെലക്ട് ചെയ്ത് അതിന്റെ പാട്ടുപുസ്തകമൊക്കെ എടുത്ത് ബൈബിളൊക്കെ എല്ലാം റെഡിയാക്കി ഞാൻ ഓടി പെട്ടെന്ന് അവർ പറഞ്ഞ സ്ഥലത്തേക്ക് ചെല്ലുന്ന സമയത്ത് അവർ ഒരു 4 വീലർ വാങ്ങിച്ച് എന്റെ പേർക്ക് എഴുതി എനിക്ക് ആ താക്കോല് തരാൻ വേണ്ടിയിട്ടായിരുന്നു എന്നെ വിളിച്ചത്. ഞാൻ പറഞ്ഞത്, അവൻ ദൈവം വിശ്വസ്തനാണ്, ദൈവം വാക്ക് മാറാത്ത ദൈവമാണ്. അങ്ങനെ ഇരിക്കെ ഞാൻ പറഞ്ഞല്ലോ, വിവാഹം ചെയ്ത സമയത്ത് ചേട്ടനൊക്കെ വിവാഹം ചെയ്യുമ്പോൾ കിടക്കാൻ സ്ഥലമില്ല. ഒരു വിശ്വാസിയുടെ പല രാത്രികളിലും ഒരു വിശ്വാസിയുടെ ഹോളിൽ ചെന്ന് കിടന്ന ഒത്തിരി രാത്രികളുണ്ട്, ഒത്തിരി പ്രയാസവും പെട്ടിട്ടുണ്ട്. എങ്കിലും ആ സമയത്ത് 21 ദിവസം ഉപവാസ പ്രാർത്ഥന ചർച്ച നടക്കുകയാണ്. ആ 18ാമത്തെ രാത്രിയിൽ ഞാൻ പറഞ്ഞല്ലോ, കുടുംബ പ്രാർത്ഥന കഴിഞ്ഞിട്ട് ഞാൻ കട്ടിലിന്റെ കീഴിൽ കർത്താവിനോട് വെറുതെ ഇരിക്കുന്ന സമയത്ത് ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവെ, അങ്ങയുടെ ശുശ്രൂഷകനാണ് ഞാൻ, എനിക്കൊരു വീട് കർത്താവിന് തരാൻ പറ്റുമെന്നാണ് എന്റെ വിശ്വാസം. ഇവിടെ ഈ കുടുംബ വീട്ടിനകത്ത് താമസിക്കുക, ആ കുടുംബ വീട്ടിൽ വരാൻ തന്നെ അവിടെ ബൈക്ക് മാത്രമേ വരത്തുള്ളൂ. കാറ് കയറുന്ന സ്ഥലമൊക്കെ ആണെങ്കിൽ ഏതെങ്കിലും ദേവദാസന്മാർ വരുമ്പോൾ അവർക്ക് ആഹാരം കൊടുക്കാനും വന്ന് വിശ്രമിക്കാനൊക്കെ കഴിയുമല്ലോ കർത്താവിന് എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ട് ഞാൻ കിടക്കുന്ന സമയത്ത് പിന്നെ ഞാനത് മറന്നു. അതിനെക്കുറിച്ച് പിന്നെ ഞാൻ ചിന്തിക്കാനോ ആലോചിക്കാനുള്ള സമയമൊന്നും ഉണ്ടായിരുന്നില്ല. ഉപവാസ പ്രാർത്ഥന കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്ന സമയത്ത് എന്റെ ചേട്ടൻ, എന്റെ അനിയന്മാർക്കെല്ലാം നല്ല വിദ്യാഭ്യാസമുണ്ട്, ജോലിയുണ്ട്, സാമ്പത്തിക ശേഷിയുണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ
18ാമത്തെ ദിവസം രാത്രിയാണ് ഞാൻ കർത്താവിനോട് സംസാരിക്കുന്നത്. 20ാമത്തെ ദിവസം ആയപ്പോൾ ചർച്ചിലുള്ള ഒരു വിശ്വാസി പറഞ്ഞു, പക്ഷെ കടയിൽ വന്നൊന്ന് പ്രാർത്ഥിക്കണം, കച്ചവടം കുറവാണ്. അങ്ങനെ ചെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അദ്ദേഹം ഒരു കുപ്പിയിൽ വെള്ളം തന്നിട്ട് പറഞ്ഞു, പക്ഷേ ഈ കുപ്പിയിലുള്ള വെള്ളം കൂടെ ഒന്ന് പ്രാർത്ഥിച്ചു തരണം, ഒന്ന് യേശുവിന്റെ രക്തം പറഞ്ഞു ഒന്ന് തളിക്കണം എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു കൊടുത്തു. ഞാൻ ഇറങ്ങുന്ന സമയത്ത് പാസ്റ്റർ ഒരു കാര്യം കൊണ്ട് ശ്രദ്ധിക്കണം, 21 ദിവസം ഉപവാസമാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഈ കടയിൽ നിന്നൊന്നും കഴിക്കത്തില്ലെന്ന് മനസ്സിലായി. 21ാമത്തെ ദിവസം പാസ്റ്റർ വീട്ടിലോട്ട് വരണം, വന്ന് അവിടെ വെച്ച് ഉപവാസം മുറിക്കാവൂ, അല്ലെങ്കിൽ ഉപവാസം മുറിച്ചതിന് ശേഷം ആണെങ്കിൽ പോലും വീട് വരെ ഒന്ന് വരണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരി. അങ്ങനെ ഞാൻ തിരിച്ച് ഉപവാസ പ്രാർത്ഥനയ്ക്ക് ചർച്ചിലേക്ക് പോയി. അത് കഴിഞ്ഞ് ഞായറാഴ്ച ഉപവാസം 21 ദിവസം ഉപവാസം പൂർത്തീകരിച്ച് ആഹാരം കഴിച്ച് ആ ഭവനത്തിൽ വൈകുന്നേരം കടന്നു ചെല്ലുന്ന സമയത്ത് അദ്ദേഹം കുടുംബമായിട്ട്, ഒരു മകനാണ് ഉള്ളത്, കുടുംബമായിട്ട് ഇരുന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ 18ാമത്തെ ദിവസം രാത്രി ഭവനത്തിൽ ആ കട്ടിലിന്റെ കീഴിൽ ദൈവത്തോട് കമ്മ്യൂണിക്കേഷൻ ചെയ്ത കാര്യം ഞാൻ സംസാരിക്കുമ്പോൾ തന്നെ ഇവര് പറയുകയാണ്, ഈ ഉപവാസത്തിന്റെ 18ാമത്തെ രാത്രിയിൽ പക്ഷെ നമുക്ക് ഉറക്കമില്ല. നമ്മളിങ്ങനെ 3 പേരും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് പല കാര്യങ്ങൾ, ദൈവം ചെയ്തത്, ദൈവം നടത്തിയത്, ദൈവം നൽകിയ നന്മകൾ. അങ്ങനെ പറയുന്ന സമയത്ത് പെട്ടെന്ന് ഒരു സംഭാഷണം നമ്മുടെ കുടുംബത്തിനകത്ത് വന്നു. 1 ഏക്കർ റബ്ബർ തോട്ടം കർത്താവ് തന്നു, റോഡ് സൈഡിൽ തന്നെ വില്ലേജ് ഓഫീസ്, പഞ്ചായത്ത് ഓഫീസ്, ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ എല്ലാം ഉള്ള ആ സ്ഥലത്ത് ഏകദേശം 56 സെന്റ് സ്ഥലം ദൈവം തന്നു. അതിനകത്തൊരു വീട് കർത്താവ് നൽകി. ഇവിടെയൊക്കെ നമ്മൾ പാർക്കുമ്പോൾ അതിനൊരു ദശാംശമായിട്ടെങ്കിലും ആർക്കെങ്കിലും പാവക്കെങ്കിലും എന്തെങ്കിലും ചെയ്യണമെന്ന് ഒരു ആഗ്രഹം. അങ്ങനെ സംസാരിക്കുന്നതിന്റെ കൂട്ടത്തിൽ നമുക്കൊരു കാര്യം ചെയ്യാം, ഈ റോഡ് സൈഡിലുള്ള ഒരു 5 സെന്റ് സ്ഥലം നമുക്ക് ആർക്കെങ്കിലും കൊടുക്കണം. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ മകൻ പഠിച്ചുകൊണ്ടിരിക്കുക, അവൻ പെട്ടെന്ന് പറഞ്ഞു, അങ്ങനെ കൊടുക്കുന്നെങ്കിൽ സിവി പാസ്റ്റിന് കൊടുക്കണം. അവർക്ക് 18ാമത്തെ രാത്രി അവിടെ സംഭാഷണം നടക്കുക. അവർക്ക് ഞാൻ ഉറങ്ങി, പക്ഷെ അവർക്ക് ഉറക്കം കൊടുക്കാതെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവർ ആ 5 സെന്റ് സ്ഥലം അളന്ന് തിട്ടപ്പെടുത്തി അതിനെ റെഡിയാക്കി വെടിപ്പാക്കി അവിടെയുള്ള വൃക്ഷങ്ങളെല്ലാം വെട്ടിമാറ്റി നല്ലതുപോലെ ക്രമീകരിച്ചതിന് ശേഷം അവർ ആ 21ാമത്തെ ദിവസം വിളിച്ചു വരുത്തിയത് ദൈവത്തിന്റെ ആത്മാവ് ഇടപെട്ട് നൽകി പറഞ്ഞ ഒരു കാര്യം ഉള്ളതുകൊണ്ട് ഈ 5 സെന്റ് സ്ഥലം ദൈവത്തിന്റെ ദാസന് തരണമെന്ന് ദൈവത്തിന്റെ ആത്മാവ് പ്രേരണ നൽകിയതുകൊണ്ടും ഒരുപോലെ ഒരു തീരുമാനം നമ്മൾ എടുത്തതുകൊണ്ട് ഇത് ദൈവത്തിന്റെ ദാസനുള്ളതാണ്, അത് എഴുതിയെടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ എഴുതിയെടുത്ത് കഴിഞ്ഞു. നമുക്ക് സ്ഥലം കിട്ടിയോണ്ട് പ്രയോജനമൊന്നുമില്ല. സ്ഥലം കിട്ടിയാലും അതിനകത്ത് വീട് വേണം. ആ വീട് വെക്കാനുള്ള പൈസയൊന്നും എന്റെ ബാങ്ക് ബാലൻസിലോ എന്റെ പേഴ്സിലോ ഒന്നും തന്നെ, അത് ഒരു 10 വർഷം ചിന്തിച്ചാലും ഒരു വീട് വെക്കുക എന്ന് പറയുന്നത് ദുഷ്കരമായ ഒരു കാര്യം തന്നെയാണ്. അതെല്ലാം ഇങ്ങനെ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എന്റെ പപ്പ ഒരു 50,000 രൂപ കയ്യിൽ തന്നിട്ട് പറഞ്ഞു, ദൈവം തന്ന സ്ഥലമല്ലേ, എന്നെങ്കിലും വീട് വെക്കുന്ന സമയത്ത് ഈ പൈസ നീ ഉപയോഗിക്കണം, അതുകൊണ്ട് ഈ പൈസ നീ സൂക്ഷിച്ചു വെക്കണം എന്ന് പറഞ്ഞ് എന്റെ കയ്യിൽ തന്ന് ഞാൻ അത് ബാങ്കിലിട്ടു. ഇട്ടിട്ട് ഈ 50,000 ഇനി വെച്ചതുകൊണ്ടും എങ്ങനെ വീട് വെക്കാൻ പറ്റും, ഒരു രക്ഷയില്ല. ആരെങ്കിലും സഹായിച്ചെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ. പക്ഷേ ആർക്കും സഹായം അഭ്യർത്ഥിക്കുക എന്ന് പറയുന്നത് അതിനേക്കാൾ ബുദ്ധിമുട്ട് വേറൊന്നുമില്ലതാനും. അതുകൊണ്ട് തന്നെ ദൈവത്തോട് പറഞ്ഞു, കർത്താവ് സ്ഥലം തരാൻ കർത്താവിന് കഴിയുമെങ്കിൽ വീട് തരാൻ കർത്താവിന് കഴിയും. കർത്താവിന് സമർപ്പിച്ചു. ആ സ്ഥലത്ത് കയറി നിന്ന് ദൈവ സന്നിധിയിൽ സ്തോത്രത്തോടു കൂടി കർത്താവിന്റെ സന്നിധി ദൈവം തന്ന നന്മയോർത്ത് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ചു. അപ്പോ തന്നെ ഒരു എഞ്ചിനീയറെ കണ്ടു. പറഞ്ഞു, ഈ 50,000 ഇരിക്കണ്ട, അദ്ദേഹത്തിന് അറിയത്തില്ല, എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ. ഞാൻ എഗ്രിമെന്റിൽ സൈൻ ചെയ്തു, ഒരു ഭവനം ഉണ്ടാക്കണം, എത്ര രൂപ ആകും? അദ്ദേഹം പറഞ്ഞു, ഏകദേശം അന്ന് എനിക്ക് തോന്നുന്നു ഞാൻ വെച്ചത് 2013 പൂർത്തീകരിച്ചത്, അതിനു മുമ്പാണ് തുടങ്ങിയത്. അപ്പോ അദ്ദേഹം പറഞ്ഞു, ഏകദേശം 14,50,000 രൂപ വേണ്ടി വരും ഇത് പൂർത്തീകരിക്കാൻ. എന്റെ കയ്യിൽ ആകെ 50,000 രൂപ ഉള്ളൂ, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. പക്ഷെ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, എന്തായാലും ബ്രദർ ഇത് വെച്ചോ, ഓരോ ഘട്ടം ചെയ്യുന്നതിനനുസരിച്ച് ഞാൻ പൈസ തന്നിരിക്കും. അപ്പോ അതിന് എഗ്രിമെന്റ് എല്ലാം സൈൻ ചെയ്തു. ഓരോ ഘട്ടമായി കൊടുക്കുന്നതിന്റെ ഡേറ്റ് വെച്ച് പൈസ വാങ്ങിക്കുന്നതിന്റെ ഒപ്പ് എന്നെ കൊണ്ട് ഇടിയിപ്പിച്ചു. അപ്പോഴേക്കും എന്റെ നെഞ്ചിൽ ഭയങ്കര ഇടി. കാരണം എങ്ങനെ ഇനി എന്തായാലും ഒപ്പ് വെക്കുകയും ചെയ്തു, എനിക്ക് അങ്ങ് തോന്നുകയും ചെയ്ത് ഇനി എന്ത് ചെയ്യണമെന്നും അറിയാൻ പാടില്ല. അദ്ദേഹം കുറച്ചും കൂടെ പൈസ ഇട്ട് സാധനങ്ങൾ ഇറക്കി പണി ആരംഭിക്കുകയും ചെയ്തു. പക്ഷേ ദൈവനാമ മഹത്വത്തിന് വേണ്ടി ഞാൻ പറയട്ടെ, ആരോടും റിക്വസ്റ്റ് ചെയ്യാതെ ആ ഭവനം വെച്ച് പൂർത്തീകരിപ്പാൻ സ്വർഗത്തിലെ ദൈവം ഭാഗ്യം നൽകി. ആ തുടങ്ങുന്ന സമയത്തും അക്കൗണ്ടിൽ പൈസയില്ല, തീരുന്ന സമയത്തും അക്കൗണ്ടിൽ പൈസയില്ല. പക്ഷെ വീട് വെക്കാനുള്ള പൈസ കർത്താവ് അതാത് സമയങ്ങളിൽ
കർത്താവ് നൽകി തരുവാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കി. ഞാൻ പറഞ്ഞതിന്റെ സാരം, എന്റെ സഹോദരങ്ങൾ, വീട് വെക്കുന്നതിന് മുമ്പ് ഒന്നുമില്ലാത്തവനെ കൊണ്ട് കർത്താവ് വീട് വെപ്പിച്ചവനാണ് നമ്മുടെ കർത്താവ്. ആമേൻ. അതുകൊണ്ട് തന്നെ എല്ലാ മാനവും മഹത്വവും കർത്താവിനാണ്. ആ സ്ഥലത്ത് വീട് വെച്ചു, അവിടെ തന്നെ വീട് നിലനിൽക്കുന്നു. അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ, ആ വീട് വെച്ച് താമസമാകുമ്പോഴാണ് ഞാൻ ആന്തരിക് ചെന്ന് പ്രവർത്തിക്കുമ്പോൾ ഈ രണ്ട് പ്രവാചകന്മാർ പറയുന്നു, അവിടെ നിന്ന് ഉഴുതെടുക്കാൻ സമയമായി. അപ്പോഴുണ്ടാകുന്ന വേദന എത്രമാത്രം ആകുന്നു എന്നുള്ളത് പാസ്റ്ററിന് അറിയാം. ആ ഒരു ബുദ്ധിമുട്ടിലായിരിക്കുന്ന സമയത്ത് ഞാൻ നോക്കിയ ഒരു കാര്യം, വീടിനെക്കാളും വാഹനത്തെക്കാളും പ്രതാപത്തെക്കാളും സ്ഥാനമാനങ്ങളെക്കാളും ഏതൊരു പദവിയെക്കാളും വലുതാണ് കർത്താവിന്റെ വാക്ക് അനുസരിക്കുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ ദൈവത്തോട് സമർപ്പിച്ചു പ്രാർത്ഥിച്ചു. എവിടെ പോകണം എന്ന് എനിക്ക് അറിയത്തില്ല, എങ്ങനെ പോകണം എന്ന് അറിയത്തില്ല, എവിടെയാണ് കർത്താവ് കൊണ്ടുപോകുന്നു എന്നുള്ളത് അറിയത്തില്ല. കർത്താവ് എവിടെയാണെങ്കിലും ദൈവത്തിന്റെ പദ്ധതി, ദൈവത്തിന്റെ ഹിതം. അപ്പോഴല്ലേ പലരും പറഞ്ഞു, നമ്മൾ ഇറങ്ങി പോണം, ദൈവം അവിടെ പ്രവർത്തിക്കും. ഞാൻ പറഞ്ഞു, അങ്ങനെയില്ല. ദൈവം ഒരു സ്ഥലത്ത് കൊണ്ടുപോകാൻ നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എത്തുന്നതിന് മുമ്പ് ദൈവം അവിടെ സെറ്റ് ചെയ്യേണ്ടതെല്ലാം ദൈവം സെറ്റ് ചെയ്തിരിക്കും. അതാണ് ദൈവത്തിന്റെ വിശ്വസ്തത. നമ്മൾ ഇറങ്ങിപ്പോയിട്ട് ഒന്നുമില്ലാത്ത അവസ്ഥയിൽ ദൈവത്തെ പഴിചാരി ദൈവത്തിന്റെ നാമത്തെ ദുഷിക്കത്തക്ക നിലയിലുള്ള പ്രവർത്തനം ഒന്നും ദൈവത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുവാൻ അവലംബിക്കുവാൻ ദൈവം അനുവദിക്കത്തില്ല. ദൈവം ഒരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഡിസോർഡർ ആയിട്ടല്ല ചെയ്യുന്നത്. കർത്താവ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഓർഡർ ആയിട്ട് കർത്താവ് ചെയ്യും. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ആ സമയത്താണ് കിളിമാനിൽ നിന്നൊരു വിവാഹം, ട്രിവാൻഡ്രത്ത് ഒരു ചർച്ചുമായിട്ട് ബന്ധപ്പെട്ട് വിവാഹം നടക്കുന്ന സമയത്ത് ഒരു വയസ്സായ ഒരു ദൈവത്തിന്റെ സ്ക്വാഡർ ലീഡർ KM മാത്യൂസ് സാർ എന്ന് പറയുന്ന ഒരു സാറാണ്. സ്ക്വാഡർ ലീഡർ ആയിരുന്നു. ആ ജോലിയോട് അനുബന്ധമായി ദൈവത്തിൽ ശുശ്രൂഷ ചെയ്യുവാൻ അതിശക്തമായിട്ട് നിലകൊള്ളുവാനും സമർപ്പിക്കുവാനും ദൈവം ഇടയാക്കി. അങ്ങനെ അതിശക്തമായ ശുശ്രൂഷ ട്രിവാൻഡ്രത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം തന്നെ വാർദ്ധക്യ സഹജമായി ശാരീരിക ബുദ്ധിമുട്ടിനാൽ ആ ശുശ്രൂഷ മുമ്പോട്ട് കൊണ്ടുപോകുന്നത് വളരെ ബുദ്ധിമുട്ടായി തീർന്ന ഒരു സന്ദർഭത്തിലാണ് വിവാഹം ഇവിടെ വരുന്നതും. വിവാഹ ശുശ്രൂഷകളൊക്കെ കഴിഞ്ഞപ്പോ എന്റെ അങ്കിളിനോട് ആ ദൈവത്തിന്റെ ദാസൻ പറഞ്ഞു, എനിക്ക് തീരെ സുഖമില്ല, എനിക്ക് ഈ ശുശ്രൂഷ മുമ്പോട്ട് കൊണ്ടുപോകുക വളരെ ബുദ്ധിമുട്ടാണ്. ഏകദേശം 21 ശുശ്രൂഷകന്മാരെ ഞാൻ ഇത്രയും വർഷത്തിനകത്ത് ആക്കിയെങ്കിലും ആരും വിശ്വസ്തയോടെ നിൽക്കാനോ നിന്നവർ പോലും ഒരു 2 വർഷത്തിനകം എന്തെങ്കിലും കാരണത്താൽ അവർ മാറിപ്പോകുന്ന അവസ്ഥയാണ്. അതിന്റെ പേപ്പർ വർക്കും ബാക്കിയുള്ള കാര്യങ്ങളും അതിനെ ക്രമമായ നിലയിൽ കൊണ്ടുപോകുന്ന ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് കാര്യം ചെയ്യാൻ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ അങ്കിള് പറഞ്ഞു, നമ്മുടെ ചർച്ചില് 3-4 ശുശ്രൂഷകന്മാരുണ്ട്, ഒരാളെ ഇവിടത്തേക്ക് അയക്കാമെന്ന് പറഞ്ഞു. എന്റെ ഒരു കസിൻ ബ്രദറിനെ ഇവിടെ അയക്കാനായിട്ട് ഇങ്ങനെ തീരുമാനിക്കുന്ന സമയത്ത് പെട്ടെന്ന് എനിക്ക് ഇത് ഓർമ്മ വന്നു, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒരു സ്ഥലത്താക്കും എന്ന് പറഞ്ഞല്ലോ. അപ്പോ അങ്കിള് പറഞ്ഞു ഒരിക്കലും, അപ്പൊ ഞാൻ അങ്കിളിനോട് പറഞ്ഞു, ഞാന് ആ ചർച്ചിൽ ഒന്ന് പോയി നോക്കാം, ഇങ്ങനെ ഒരു ആലോചന കിടപ്പുണ്ട്, ഞാൻ അവിടെ ശുശ്രൂഷയ്ക്ക് വേണ്ടി പോകാം. അപ്പം അങ്കിള് പറഞ്ഞു, നീ എങ്ങനെ പോകും? കാരണം ഇവിടുത്തെ ശുശ്രൂഷ, ഇവിടുത്തെ പൈൻ മിനിസ്ട്രി ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് പൂർത്തീകരിച്ച് നിൽക്കുമ്പോൾ ഇവിടെ നിന്ന് വീട്, പിന്നെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ അടിസ്ഥാനം വിട്ട് കിടക്കുമ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് മാറി ചിന്തിച്ച് കാര്യങ്ങൾ ചെയ്യുക എന്ന് പറയുന്നത് നിന്റെ മനസ്സ് അതിന് പ്രിപ്പേർഡ് ആണോ? നിന്നെ കൊണ്ട് അത് സാധ്യമാണോ? അത് കഴിയുമോ എന്നൊക്കെ പറഞ്ഞു. ഏകദേശം കിളിമാനൂര് 500-600 വിശ്വാസികളുള്ള ചർച്ചിന്റെ ശുശ്രൂഷകനായിട്ട് ഞാൻ നിൽക്കുന്ന സമയമാണ്. അപ്പോഴേക്കും ഞാൻ ഇവിടെ വരുമ്പോൾ ഏകദേശം 25 വിശ്വാസികളുടെ ഇടയിൽ ശുശ്രൂഷിക്കാനാണ് ഞാൻ വരുന്നത്. അപ്പൊ പെട്ടെന്ന് ഞാൻ ഇവിടെ വന്നപ്പോ ഒരു ചർച്ചിന്റെ ഒരു സ്ട്രക്ചർ ഇല്ല, വല്ലാത്തൊരു അവസ്ഥയിൽ കിടക്കുന്ന ഒരു സ്ഥലത്താണ് ഞാൻ വന്നത്. അപ്പോഴേക്കും അങ്കിള് പറഞ്ഞു, പെട്ടു, നിന്നെ കൊണ്ട് പറ്റത്തില്ല, ഇത് മാനസികമായിട്ട് പൊരുത്തപ്പെടാൻ നിന്നെ കൊണ്ട് എങ്ങനെ പറ്റും? ഇത്രയും രീതിയിൽ ശുശ്രൂഷ ചെയ്ത് നല്ല നിലയിൽ നിൽക്കുമ്പോൾ അതിന്റെ താഴേക്ക് വരിക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടല്ലേ? ഞാൻ അവനോട് പറഞ്ഞൊരു കാര്യം, അങ്കിളിനോട് പറഞ്ഞൊരു കാര്യം, ഈ പൗലോസ് പറഞ്ഞ കാര്യമാണ്, താഴ്ചയിൽ ഇരിപ്പാനും ഉയർച്ചയിൽ ഇരിപ്പാനും ശീലിച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് ആന്ധ്രയിൽ ദൈവത്തിന്റെ വേലയായിട്ട് പോകുന്നു എന്ന് പറയുമ്പോൾ ദൈവമക്കൾ ഇപ്പോഴും വിശ്വസിച്ചിരിക്കുന്നത് അവിടെ ഭയങ്കര വലിയ ഉണർവ് യോഗം ചെയ്തിട്ട് വന്നിരിക്കുകയാണെന്നുള്ളതാണ് അവർ ചിന്തിക്കുന്നത്. അപ്പോഴും കട്ട ചുമക്കുകയായിരുന്നു എന്നുള്ളത് ദൈവത്തിന്റെ മക്കൾക്ക് അറിയത്തില്ല. പക്ഷെ അത് ചെയ്യുന്നതിന് ഒരു അഭിമാനം അകത്ത്, ഒരു ഭയങ്കര സന്തോഷത്തിന്റെ നിറവ്, കർത്താവിന് വേണ്ടി ചെയ്യുന്നു എന്ന ഒരു നിറവുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എവിടെ പോയാലും നമ്മുടെ പ്രാപ്തി, നമ്മുടെ ഒരു സ്റ്റാൻഡേർഡ് അല്ല അവിടെ വെളിപ്പെടേണ്ടത്, കർത്താവിന്റെ സ്റ്റാൻഡേർഡ് വെളിപ്പെടണം. അതിന് ഏത് സ്ഥലത്തും നമ്മൾ നിന്നു കൊടുക്കാൻ ഒരാളുണ്ടെങ്കിൽ പ്രവർത്തിപ്പാൻ കർത്താവ് തയ്യാറാണ്. അപ്പൊ ഞാൻ അങ്കിളിനോട് പറഞ്ഞു, അങ്കിള്, ദൈവത്തിന്റെ വാക്ക് ഞാൻ ലംഘിച്ച് അങ്കിളിനോട് കൂടെ ഞാൻ ഇനി നിന്നാൽ അത് ചിലപ്പോ അങ്കിളിന് വേദനയായിട്ട് മാറും. ഇനി ആ അടി എനിക്ക് മാത്രമല്ല
അങ്കിളും കൂടെ അതിന്റെ ഷെയർ എടുക്കേണ്ടി വരും. അപ്പൊ അതിനേക്കാളും നല്ലത് ദൈവത്തിന്റെ വാക്ക് കേട്ട് ആ ദൈവശബ്ദം കിട്ടിയിരിക്കുന്ന വ്യക്തിയെ എത്രയും വേഗം പറഞ്ഞു വിടുക എന്നുള്ളതാണ് അങ്കിൾ ചെയ്യേണ്ട ആദ്യത്തെ ദൗത്യം എന്ന് പറഞ്ഞു. പക്ഷെ 3 വട്ടമൊക്കെ അങ്കിൾ എന്റെ കൂടെ വന്ന് ഇവിടെ സംസാരിക്കാനായിട്ട് വന്നപ്പോഴും ഓരോ യാത്രയിലും അങ്കിൾ എന്നോട് പറയുന്നത്, ഒന്നുകൂടെ ആലോചിച്ചിട്ട് മതി, ഒന്നുകൂടെ ആലോചിച്ചിട്ട് പോരെ 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 എന്നൊക്കെ പറയുമ്പോഴും ദൈവം അകത്ത് തന്ന ആ ഒരു ഉറപ്പിൽ നിന്നും അങ്ങോട്ടോ ഇങ്ങോട്ടോ വിടാതെ ഞാൻ വീട് നോക്കിയില്ല, എനിക്ക് തന്ന ഒന്നും ഞാൻ നോക്കാതെ എനിക്കൊരു ചെറിയൊരു വണ്ടിയുണ്ട്, അതിനകത്ത് എത്ര സാധനം കൊള്ളാമോ അതെല്ലാം എടുത്തുകൊണ്ട് ഈ ദേശത്ത് വരുവാൻ ഇടയായി. വരുന്ന സമയം തന്നെ പാസ്റ്റർ താമസിക്കുന്ന വീടിന്റെ മുകളിൽ 2 അപ്പാർട്ട്മെന്റ് ഉണ്ടായിരുന്നു. അതിനകത്ത് ഒരു ഫാമിലി താമസം ഉണ്ടായിരുന്നു. നമ്മൾ വരുന്നതിന് ഒരാഴ്ചക്ക് മുമ്പ് അവർ ഫാമിലി ആയിട്ട് ദുബായിൽ ജോലി ചെയ്തിട്ട് അവർ അങ്ങോട്ട് പോയി. ആ നമ്മൾ വന്നുടനെ ആ പാസ്റ്റർ പറഞ്ഞു, നിങ്ങൾക്ക് ഇപ്പൊ ഒരു അപ്പാർട്ട്മെന്റ് ഉണ്ട്, നിങ്ങൾ അവിടെ താമസിച്ചോളുക. ഞാനിങ്ങനെ വിഷമിച്ചിരിക്കുകയായിരുന്നു, നിങ്ങൾ എവിടെ താമസിപ്പിക്കും? കാരണം ഇവിടെ താമസിക്കാൻ ഇവിടെ റെന്റിന് കൊടുത്തിട്ട് എന്റെ ഇളയ മകനാ കൊടുത്തിരിക്കുന്നത്. പക്ഷെ ദൈവം അവിടെ എല്ലാം ക്രമീകരിപ്പാനിടയായി. സമയം കൂടുതലായി പോകുന്നുണ്ടെന്ന് എനിക്കറിയാം. ഞാൻ വേഗത്തിൽ ഈ കാര്യം മാത്രം പറഞ്ഞ് ട്രിവാൻഡ്രം വരെ എത്തിയ കാര്യം മാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. പിന്നെ ദൈവം അവസരങ്ങൾ നൽകി തന്നാൽ പിന്നത്തേതിൽ അടുത്ത ഒരു പാർട്ടായിട്ട് നമുക്ക് വീണ്ടും അനുഭവങ്ങളെ കുറിച്ചും ശുശ്രൂഷ പരിചയത്തെക്കുറിച്ചും ആ ശുശ്രൂഷ എങ്ങനെ ചെയ്യണം, ശുശ്രൂഷകന്മാർ എങ്ങനെ ആയിരിക്കണം എന്നതിനെ കുറിച്ചൊക്കെ സവിസ്തരമായി നമ്മൾ അറിഞ്ഞിരിക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കുമെന്ന് ഞാൻ ചിന്തിക്കുന്നു. ഇവിടെ വന്നപ്പോൾ എല്ലാ കാര്യങ്ങളും ദൈവം ക്രമീകരിച്ചു. ഇവിടെ വരുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ 25 വിശ്വാസികൾ, അതിന്റെ ചർച്ചിന്റെ സ്ട്രക്ചർ ഇല്ല. അത് തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ 21 ദിവസം ഉപവാസം ഇരിക്കുന്ന സമയത്ത് എനിക്ക് പെട്ടെന്ന് ഡെങ്കു ബാധിച്ചു. 21 ദിവസം ഉപവാസം പൂർത്തീകരിപ്പാൻ ഇടയാകാതെ വണ്ണം പിശാച് അത്രമാത്രം പോരാടുന്ന സമയത്ത് എനിക്ക് ആ ഡെങ്കു ബാധിച്ചപ്പോൾ തന്നെ എന്റെ ഹാർട്ടിനെയും ലിവറിനെയും ബാധിച്ചുകൊണ്ട് മരണാസന്നമായ നിലയിലായി. ഐസിയുടെ ഇപ്പുറത്തായിട്ട് എന്നെ കിടത്തുന്ന സമയത്ത് വേഗത്തിൽ ഐസിയുവിൽ മാറ്റാനായിട്ട് കിടന്ന ഒരു വാർഡിലായിരുന്നു മെഡിക്കൽ കോളേജിൽ. ഏകദേശം 5 പേരോളം അതിനകത്ത് കിടപ്പുണ്ടായിരുന്നു. 4 പേർ മരണപ്പെട്ടു. 5-ാമത്തെ ദിവസം 5-ാമത്തെ ഡെഡ് ബോഡി എന്റേത് പുറത്തു വരാനായിട്ട് കാത്തിരിക്കുന്ന സമയം അന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് ഇടപെട്ട് ദൈവം ക്യുവറാക്കി, ഹാർട്ടിനെയും ലിവറിനെയും പുതുതാക്കി മാറ്റി ദൈവം പൂർണ്ണ സൗഖ്യത്തോടെ കർത്താവ് പുറത്തു കൊണ്ടുവന്നു. അന്ന് ആരംഭിച്ച ദൈവപ്രവർത്തികൾ ഇവിടെയും പല സ്ഥലത്ത് പൈനിയർ മിനിസ്റ്ററുകൾ ചെയ്യുവാൻ ആരംഭിച്ചു. ഇവിടെ ചർച്ച് വിപുലീകരിക്കാൻ തുടങ്ങി. സിസ്റ്റമാറ്റിക് ആയിട്ട് ചർച്ചിനെ കുറച്ചും കൂടെ രീതിയിലേക്ക് കൊണ്ടുവരുവാനായിട്ടൊക്കെ ദൈവം ഇടയാക്കി. ഇന്ന് ഈ ചർച്ചിൽ നിറഞ്ഞ് കവിയത്തക്ക നിലയിൽ ദൈവ ആത്മാക്കളെ നൽകിക്കൊണ്ടിരിക്കുന്നു. അനേക അത്ഭുതങ്ങൾ, അനേക അടയാളങ്ങൾ, അനേക ദൈവ വചന പഠനങ്ങൾ. ഇവിടെ ഉള്ളവർ തന്നെ ഉപവാസ പ്രാർത്ഥന നടക്കുമ്പോൾ ഇവിടെ ഉള്ളവർ തന്നെയാണ് പ്രസംഗിക്കുന്നത്, ഇവിടെ ഉള്ളവർ തന്നെയാണ് ലീഡ് ചെയ്യുന്നത്, ഇവിടെ ഉള്ളവർ തന്നെയാണ് പല ശുശ്രൂഷയ്ക്ക് വേണ്ടി പലരെയും അപ്പോയിന്റ്മെന്റ് ആക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മ ഇടയാക്കി. അതിനിടയിൽ പല കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. അതിനെ പറ്റി അടുത്ത സമയങ്ങളിൽ ദൈവം അനുവദിച്ചാൽ സംസാരിക്കാവുന്നതാണ്. ദൈവം ഇത്രത്തോളം അവസരങ്ങളെ നൽകിയ ദൈവകൃപയ്ക്കും ദൈവത്തിന്റെ വലിയ അനുവാദത്തിനും ആയിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേകം ഇതിന് മുഖാന്തരമായി തീർന്ന ദൈവത്തിന്റെ ദാസനോടും അതുപോലെ തന്നെ അരോമ ടിവിയോടുമുള്ള പ്രത്യേക നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. കർത്താവ് എല്ലാവരും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ശുശ്രൂഷയിലായിരിക്കുന്ന ദൈവത്തിന്റെ ദാസന്മാർക്കും ദൈവത്തെ അറിഞ്ഞു നിൽക്കുന്ന ദൈവത്തിന്റെ മക്കൾക്ക് പലവിധമായ പ്രതികൂലങ്ങളും പ്രതിസന്ധികളും പിശാച് പല നിലകളിലായിരിക്കും ഓരോ കുടുംബത്തെ ബാധിച്ചിരിക്കുന്നത്. അതിൽ നിന്നെല്ലാം കർത്താവ് വിടുവിക്കേണ്ടതിന് ഒരു വാക്കിൽ പ്രാർത്ഥിച്ച് ഞാൻ അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. എല്ലാവർക്കും കണ്ണുകളെ അടയ്ക്കാം. സർവ്വശക്തിയുള്ള ദൈവമേ, സ്വർഗ്ഗതല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. 2 3 പേരുടെ നാമത്തിൽ എവിടെ കൂടി വന്നാലും അവരുടെ മധ്യ ഞാനുണ്ട് എന്നരളി ചെയ്ത കർത്താവ് ഞങ്ങളുടെ മധ്യ ഉള്ളതിനായി സ്തോത്രം ചെയ്യുന്നു. മനോഭാരങ്ങൾ, രോഗത്താൽ ഭാരപ്പെട്ട് വ്യാകുലപ്പെടുന്ന കടഭാരങ്ങൾ അനുഭവിച്ച് സ്വസ്ഥതയില്ലാതെ സമാധാനമില്ലാതെ മദ്യപാനത്തിലും മയക്കുമരുന്നിലും അധീനപ്പെട്ട് പുകവയിൽ കർത്താവെ അഡിക്ഷനായി മൊബൈൽ ഗെയിംസിന് അടിമപ്പെട്ട് കിടക്കുന്ന തലമുറകൾ, പലവിധമായ ക്രൂരകൃത്യമായ ചിന്താഗതിയിലായിരിക്കുന്ന ജീവിതങ്ങൾ, കുടികൊണ്ട് വാടുന്ന ഭവനങ്ങൾ, ഇന്ന് രാത്രി കർത്താവിന്റെ ആത്മാവ് വിടിവിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. യേശുവിന്റെ കരം ജീവിതങ്ങളെ തൊടുന്നതിനായി സ്തോത്രം. മറ്റൊരുത്തൻ രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ, രക്ഷ പ്രാപിപ്പാൻ, വിടുതൽ പ്രാപിപ്പാൻ, മോക്ഷം പ്രാപിപ്പാൻ കർത്താവായ യേശുവിന്റെ നാമമല്ലാതെ വേറൊരു നാമമില്ല എന്ന് ദൈവത്തിന്റെ വചനം പറയും. ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുന്നതിനായി സ്തോത്രം. ദൈവത്തിന്റെ ശ്രേഷ്ഠത വെളിപ്പെടുന്ന കൃപയ്ക്കായി സ്തോത്രം. പിതാവിന്റെയും പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. കൃപ കൊണ്ട് ദൈവം നിറയ്ക്കണം. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം. സ്വർഗ്ഗ നല്ല പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. ദൈവ ധാരാളമായിട്ട് എല്ലാവരും അനുഗ്രഹിക്കുമാർ. താങ്ക് യു കർത്താവിന്റെ ദാസൻ പാസ്റ്റർ സിബി. ഇത്രത്തോളം സമയം ദൈവം നടത്തിയ അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവങ്ങൾ
അരോമ ടി വി പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുവാൻ സ്വർഗത്തിലെ ദൈവം കൃപ ചെയ്തത് ഓർത്ത് ഞാൻ കർത്താവിന് മഹത്വം കരയറ്റുന്നു. വളരെ ചെറുപ്പത്തിൽ തന്നെ കർത്താവായ യേശു ക്രിസ്തുവിനെ അറിയുവാൻ ഭാഗ്യം ലഭിച്ചു എന്ന് കേട്ടു. ജീവിതത്തിൽ അതിനേക്കാൾ വലിയൊരു കാര്യമില്ല. എന്നാൽ അറിഞ്ഞ സത്യത്തിന് വേണ്ടി നിൽക്കുമെന്ന് മനസ്സിലായപ്പോൾ പിശാച് അതിൽ നിന്ന് തട്ടി മാറ്റുവാൻ തന്നാലാവത് പരിശ്രമിച്ചു. അത് പല നിലകളിലൂടെ ജീവിതത്തെ സ്വാധീനിച്ച് ഇല്ലായ്മയിലേക്ക്, നാശത്തിലേക്ക്, പാപത്തിന്റെ വഴികളിലേക്ക്, ലോകത്തിന്റെ പാതയിലേക്ക് വലിച്ചഴിക്കുവാൻ ശ്രമിച്ചു എന്നുള്ളത് സത്യമാണ്. എങ്കിലും കർത്താവിന് ആവശ്യമായിരുന്നത് കൊണ്ട്, ദൈവത്തിന് ആവശ്യമായിരുന്നത് കൊണ്ട് പിശാചിന്റെ ഇംഗിതം അവിടെ പൂർത്തീകരിക്കാൻ ദൈവം അനുവദിച്ചില്ല. ദൈവത്തിന്റെ കാര്യപരിപാടിയിലേക്ക്, ദൈവത്തിന്റെ നിയോഗത്തിലേക്ക്, ദൈവവചനപ്രകാരം ഒരുക്കിയെടുക്കുവാൻ, പണിതെടുക്കുവാൻ ദൈവത്തിന് കൃപ തോന്നി, പ്രസാദം തോന്നി. അങ്ങനെ കർത്താവ് ദൈവരാജ്യത്തിന് വേണ്ടി ഒരുക്കിയെടുത്തതായ ആ നല്ല അനുഭവങ്ങൾ, നല്ല ഓർമ്മകൾ ദൈവദാസനിലൂടെ കേൾക്കാൻ കഴിഞ്ഞു. ഒരുപക്ഷെങ്കിൽ ഇന്ന് ഈ അനുഭവത്തിൽ വന്നില്ലായിരുന്നു എങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ ഒന്നുകിൽ ലോകത്തിന്റെ പാപത്തിന്റെ പൈശാചിക ലോകത്ത് ഏതെങ്കിലും ഒരു നിലവാരത്തില് ജീവിതം നയിക്കുമായിരുന്നു. ഒരുപക്ഷെങ്കിൽ ഒരു മദ്യത്തിനോ മയക്കുമരുന്നിനോ മറ്റേതെങ്കിലും പാപവഴികൾക്കോ വിധേയപ്പെട്ടു പോകുമായിരുന്നു. അതല്ല, പിശാചിന് വിധേയപ്പെട്ടിരുന്നു എങ്കിൽ ഒരുപക്ഷെങ്കിൽ ഇന്ന് ജീവിച്ചിരിക്കാൻ പോലും സാധ്യതയില്ല. ആത്മഹത്യയോ മറ്റേതെങ്കിലും വഴികളിലൂടെ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടേനെയായിരുന്നു. എന്നാൽ ദൈവം അതിനൊന്നും ഏൽപ്പിച്ചു കൊടുത്തില്ല. പകരം അങ്ങനെയുള്ള ജീവിതം നയിക്കുന്ന അനേക ചെറുപ്പക്കാരെ, അനേക പ്രിയപ്പെട്ടവരെ നിത്യതയ്ക്കായി ഒരുക്കുവാൻ, ജീവന്റെ പുസ്തകത്തിൽ അവരുടെ പേരെഴുതപ്പെടുവാൻ, ദൈവരാജ്യത്തിന് വേണ്ടി വിളിച്ച് ഒരുക്കിയെടുക്കുവാൻ ദൈവദാസനെ ദൈവം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് കേൾക്കുവാൻ തക്കവണ്ണം കഴിഞ്ഞു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ദൈവദാസനിലൂടെ, കുടുംബത്തിലൂടെ ദൈവം ചെയ്തെടുത്തുകൊണ്ടിരിക്കുന്ന ആ ശ്രേഷ്ഠകരമായ ശുശ്രൂഷകൾക്കായിട്ട് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇത്രത്തോളം സമയം അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവം, ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെയും കുറിച്ച് അരോമ ടി വി പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുവാൻ കർത്താവ് കൃപ ചെയ്തല്ലോ. ആമേൻ. പിന്നെയും ആയുസ്സും ആരോഗ്യ അവസരങ്ങളും ആമേൻ കർത്താവ് തരട്ടെ. കർത്തൃ ശുശ്രൂഷയിൽ വർദ്ധിച്ചു വരുവാൻ കർത്താവ് പിന്നെയും ഒരുക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അരോമ ടി വി പ്രേക്ഷകർക്കും ഈ സാക്ഷ്യം ഒരു വേറിട്ട അനുഭവമായി തീർന്നു എന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുകയാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് രേഖപ്പെടുത്താം. നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ട്, ഞങ്ങളുമായി പങ്കുവയ്ക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ അറിയിക്കും. അതുപോലെ തന്നെ സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം എല്ലാ തിങ്കളാഴ്ചയും രാത്രി 8:30 മണി മുതൽ ഓൺലൈനിൽ നടക്കുന്ന പ്രാർത്ഥനാ കൂട്ടായ്മയിൽ നിങ്ങൾക്ക് പങ്കെടുക്കാവുന്നതാണ്. നാം എല്ലാവരും ആമേനെ തുടർന്നും കർത്തൃദാസന്റെയും ശുശ്രൂഷകളെയും ഓർത്ത് പ്രാർത്ഥിപ്പാൻ കടപ്പെട്ടിരിക്കുന്നു. കർത്താവ് നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യവും വചനചിന്തയുമായി നാം വീണ്ടും കൂടി കാണുമ്പോഴേയും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. ആമേൻ. ആമേൻ. നമ്മുടെ മകന്റെ വിവാഹം കുറച്ച് ടെൻഷനായിരുന്നു. അപ്പോഴാണ് ഞങ്ങൾ aromamary.com രജിസ്റ്റർ ചെയ്തത്. അവിടെ നിന്നാണ് നമ്മുടെ മകന് നല്ലൊരു പെൺകുട്ടിയെ കണ്ടെത്തിയത്. ഇന്ന് തന്നെ aromamary.com ഡൗൺലോഡ് ചെയ്യൂ.